നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രോഗ്രാം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് അനിത രാജേഷ്. ഞാൻ എറണാകുളം പറവൂർ സ്വദേശിനിയാണ്. ഇന്ന് നിലവിൽ കമ്പനിയുടെ സെയിൽസ് ടീം മാനേജർ എന്ന പൊസിഷനിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുന്നു. റൈസപ്പ് എന്ന ആ ഒരു പ്രോഗ്രാമിലേക്ക് അല്ലെ, നമുക്കറിയാം കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് ട്രെയിനിങ് സെക്ഷൻ ഉണ്ട്. ഇന്ന് റൈസപ്പിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ഓരോ വ്യക്തിത്തെയും ഈ ഒരു സെക്ഷനിലേക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കറിയാലേ, നമ്മളൊരു ബിസിനസ് ആണ് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ബിസിനസ് ഒരു പക്ഷേ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കാം, അല്ലെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവായിരിക്കാം ഈ ഒരു കോൺസെപ്റ്റ് നമ്മളിലേക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 100% ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ടല്ല നമ്മൾ ഈ കൺസെപ്റ്റിലേക്ക് കയറിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരുപാട് അല്ലെ, ഇപ്പൊ ലീഡേഴ്സിനാണെങ്കിൽ സംബന്ധിച്ച് ഒരുപാട് ക്രൈസിസ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് സങ്കടങ്ങൾ, വിഷമങ്ങൾ, പരീക്ഷണങ്ങളൊക്കെ നമ്മൾ അപ്പൊ ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അല്ലെ? നമുക്ക് ഈ ഒരു അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ഫിജിക്കാർട്ട് ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അല്ലെ, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങൾ എന്താണ് അല്ലെ? നമുക്ക് ഒരുപാട് പഠിക്കേണ്ടതായിട്ടുണ്ട്. പഠിച്ചിട്ട് വേണം നമുക്കത് എന്താ പറയാ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് ഒരുപാട് പഠിപ്പിക്കാനും പഠിപ്പിച്ച് തരാനുമായിട്ട് ഒരുപാട് ലീഡേഴ്സ് നമുക്കുണ്ട് അല്ലെ. അപ്പൊ ഇന്ന് കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് സെക്ഷൻ ഡിജിറ്റലായിട്ടും ഫിസിക്കലായിട്ടും എത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ആർക്കും അത് മിസ്സാവരുത്. കാരണം നമ്മൾ കുറച്ച് സമയമല്ലേ ഈ കൺസെപ്റ്റ് എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാവരോടും എനിക്ക് എനിക്ക് പറയാനുള്ളത് അല്ലെ, നമ്മൾ ഇന്നലെ വരെ എന്തായിരുന്നു, ഒരുപാട് സങ്കടങ്ങൾ, വിഷമങ്ങൾ, നമുക്ക് ഒരു പക്ഷെ ലീഡേഴ്സ് ആണെങ്കിൽ അല്ലെ, മേ ബി ഞാൻ അടക്കം അല്ലെ, നമുക്ക് എന്തെങ്കിലും ക്രൈസിസ് നമ്മുടെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ പാതി വഴിയിൽ ഇട്ടിട്ട് പോകാണ്ടിരിക്കുക. കാരണം നമ്മൾ ക്രൈസിസ് വരുമ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഇതെനിക്ക് നടക്കില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ നമ്മുടെ ഉള്ളിലെ നമ്മൾ സാധാരണ വ്യക്തികളാണ് നമുക്ക് തോന്നാം. പക്ഷെ എനിക്ക് നമ്മളോട് എല്ലാവരോടും പറയാനുള്ളല്ലേ, അവിടെയാണ് നമ്മൾ വിജയിക്കാൻ പോകുന്നേ എന്നുള്ള സൂചനയാണ് അല്ലെ. നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ക്രൈസിസ് ഒക്കെ നേരിടുമ്പോഴാണ് തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് കൂടുതൽ അല്ലെ ഇറങ്ങി തിരിക്കാൻ ശ്രമിക്കണം. അത് ലൈഫ് ആവട്ടെ, ബിസിനസ് ആവട്ടെ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ആവട്ടെ അല്ലെ, നമുക്ക് എവിടെയെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ അതിനെ ഫോക്കസ് ചെയ്യും, അതിനെ എങ്ങനെ മറികടക്കണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പൊ നിങ്ങളുടെ മുന്നിലേക്ക് അല്ലെ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് സൊല്യൂഷനുകൾ തരാൻ വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് എത്തിച്ചേർന്നിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായ നമ്മുടെ മെന്ററും വഴികാട്ടിയും ഒക്കെ, എന്ത് ക്രൈസിസ് വന്നാലും കമ്പനിയിലാവട്ടെ ലൈഫിലാവട്ടെ എന്ത് ക്രൈസിസ് വന്നാലും തന്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും എന്നുള്ള ഉറച്ച ദൃഢനിശ്ചയം എടുത്തുക ഒരു ലീഡറാണ് ഇന്ന് നമുക്ക് എത്തിയിരിക്കുന്നത്. മറ്റാരുമല്ല അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ലിനീഷ് സാറിനെ. അപ്പൊ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ തരാം. അദ്ദേഹം വയനാട് സ്വദേശിയാണ്. ഇന്നിപ്പോ ബിസിനസ് സംബന്ധമായിട്ട് അദ്ദേഹം തൃശ്ശൂർ സെറ്റിലാണ്. തന്റെ ഫാമിലിക്കൊപ്പം തന്നെ ഇന്നലെ തന്റെ ഈ ഫിജിക്കാർട്ട് കൺസെപ്റ്റ് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് ഇന്ന് ഇന്ത്യക്കകത്തും പുറത്തും ഒരുപാട് ലീഡേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക മാത്രമല്ല അല്ലെ, ഞങ്ങൾ ഉണ്ട് കൂടെ, അല്ലെങ്കിൽ ഞാൻ ഉണ്ട് കൂടെ എന്ന് പറയാനുള്ള ദൃഢനിശ്ചയത്തോടു കൂടി നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് എന്ത് ക്രൈസിസ് വന്നോട്ടെ തന്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കാണിച്ചു തന്ന് അതിനു വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ് ലിനീഷ് സാറ്. ഇന്ന് 24x7 എന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് കൺസെപ്റ്റിനെ ഏറ്റെടുത്തുകൊണ്ട് എവിടെയാണോ ആർക്കാണോ എന്ത് ബുദ്ധിമുട്ടാണോ, എവിടെയാണ് നിങ്ങൾക്ക് ഡൗട്ട് അല്ലെങ്കിൽ എന്താണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് എന്നൊക്കെ നമ്മൾക്ക് ഓരോരുത്തർക്കും കാണിച്ചു തന്ന് വഴികാട്ടിയായി പോകുന്ന ലിനീഷ് സാറിനെ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടു കൂടി നമുക്ക് ഒരുപാട് അറിവുകൾ നേടാനുണ്ട്, ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട്. അതെല്ലാം നമ്മളിലേക്ക് എത്തിക്കാനായിട്ട് വളരെ സ്നേഹത്തോടുകൂടി സന്തോഷത്തോടെ ബഹുമാനത്തോടു കൂടി തന്നെ അദ്ദേഹത്തെ ഈ ഒരു ഡിജിറ്റൽ സ്ക്രീനിലേക്ക് വെൽക്കം ചെയ്യാണ്. പ്ലീസ് വെൽക്കം ലിനീഷ് സാർ to the screen. Thank you madam. Audible ആണോ വിസിബിൾ ആണോ? Yes sir, audible and visible ആണ്. കണ്ടിന്യൂ ചെയ്തോളൂ സർ. ഓക്കെ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. പേര് പരിചയപ്പെടുത്തി ആദ്യമായിട്ട് കാണുന്ന ആൾക്ക് വേണ്ടി പറയുകയാണ്. വയനാടാണ് സ്വദേശം എന്ന് പറഞ്ഞു, തൃശ്ശൂരാണ് സെറ്റിലായിരിക്കുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഫിജിക്കാർട്ട് എന്നുള്ള കോൺസെപ്റ്റായിട്ട് സൊസൈറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. മുമ്പ് എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പ്രോജക്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് HP എന്നുള്ള ബ്രാൻഡിന്റെ ഒരു ഓതറൈസ്ഡ് ചാനൽ പാർട്ണറുടെ കമ്പനി റൺ ചെയ്തുകൊണ്ടിരുന്നതാണ്. പെരിന്തൽമണ്ണയാണ് അതിൻ്റെ ഓഫീസ് ഉണ്ടായിരുന്നത്. അതിന് ബ്രാഞ്ചായിട്ട് തൃശ്ശൂർ ഒരു 3 വർഷം ശേഷം ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്ത് 2018 തൊട്ട് തൃശ്ശൂർ എത്തിയാണ്. ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. 2-3 വർഷം വർക്ക് ചെയ്തതിന് ശേഷം 2021 ഫിജിക്കാർട്ട് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നത്. വരാനുള്ളൊരു കാരണം ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ കോവിഡിൻ്റെ സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ ഇൻവൈറ്റ് ചെയ്തതാണ്. ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട്, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ വൈഫ് ടീച്ചറാണ്, ആള് 3 കുഞ്ഞുങ്ങളുണ്ട്. അപ്പം അവൾ വളർന്നു വരുന്ന വരെ വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഒതുങ്ങിയിരിക്കുന്ന സമയത്താണ് വൈഫിന് വേണ്ടി എന്നുള്ള രീതിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഈ പ്രോജക്റ്റ്. എങ്ങനെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ പിന്നെ ഫിജിക്കാർട്ട് എന്താണെന്നോ മനസ്സിലാക്കിയിട്ടല്ല,
ഏകദേശം ഒരു 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്, BOP. ആ ഡിജിറ്റൽ പ്രോഗ്രാമിൽ വെച്ചിട്ടാണ് ഞാൻ കേൾക്കുന്ന ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ ഇ-കൊമേഴ്സ് പ്രൊജക്ട് FijiCard.com സ്വാഗതം എന്ന് വന്നിട്ട് MC പറയുന്ന സമയത്താണ് ചെമ്മണ്ണൂരാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നതെന്നുള്ള, ശരിക്കും പറഞ്ഞാൽ അന്നാണ് ഞാൻ എന്റെ മനസ്സിലേക്ക് FijiCard എന്നുള്ള കോൺസെപ്റ്റിലെ ഏറ്റവും വലിയൊരു ഒരു കാര്യം, ഒരു ആഴത്തിൽ വന്ന ഒരു കാര്യം എന്റെ മനസ്സിലേക്ക് വന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും വലിയൊരു ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കമ്പനിയാണ് ഈ പ്രൊജക്ട് ചെയ്യുന്നത് എനിക്കറിയില്ല. FijiCard എന്നുള്ള പേര് മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. സിസ്റ്ററിന് വേണ്ടിയിട്ട് തുടങ്ങിയതാണ്, ആളാണ് ഇനി വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ വൈഫിന് വേണ്ടിയിട്ടാണ് അവർ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങി വെച്ചത്. പക്ഷെ കുറച്ച് ദിവസത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കുകയാണ് ഇത് ചെമ്മണ്ണൂരാണ് ചെയ്യുന്നത്. അപ്പൊ അന്ന് തൊട്ട് ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ ഈ ബിസിനസ് നോക്കി കാണാൻ തുടങ്ങി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ കുറച്ച് ആളുകൾക്ക് ഇൻവൈറ്റ് ചെയ്ത സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പ്രൊജക്റ്റിലേക്ക് ഒരു 100 SVയുടെ പ്രൊഡക്റ്റ് എടുത്തിട്ടാണ് അസോസിയേറ്റ് ചെയ്തത്. അപ്പൊ അതേ രീതിയിൽ തന്നെ ഞാൻ എൻ്റെ കുറച്ച് ഫ്രണ്ട്സിനോട് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ വിളിച്ച് ഈ പ്രൊജക്ട് സംസാരിച്ച സമയത്ത് അവര് ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ പ്രൊജക്ട് എന്താണെന്ന് മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല, FijiCardലേക്ക് വരുന്നില്ല. അപ്പൊ വലിയൊരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് വന്നു. ഈ സ്ക്രീനിലിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ആദ്യം ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകൾ വരാതെ വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടും മാനസികമായിട്ട് നമുക്ക് തോന്നും, ഈ ഒരു എത്തിപ്പെട്ട മേഖല ശരിയല്ലേ, ഞാൻ ഏറ്റെടുത്ത കാര്യം ശരിയല്ലേ എന്നുള്ളൊരു തോന്നൽ വരും. അങ്ങനെ എനിക്ക് വന്നു. ഞാനിപ്പം പുതിയതായിട്ട് വന്ന ആളുകൾക്ക് വേണ്ടി പറയാണ്, ഒരു 10-20 വർഷത്തിനടുത്തായിട്ട് ബിസിനസ് ഫീൽഡിൽ ഒരു വ്യക്തി, ഏകദേശം ഒരു ഫോട്ടോകോപ്പി മെഷീൻസ്, പ്രൊജക്ടർ, സ്മാർട്ട് ക്ലാസ് സൊല്യൂഷൻ ഒക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്തിരുന്നത്. അപ്പൊ ആ ഒരു പ്രൊഡക്റ്റുകൾ വിൽക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ, അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇത്രയും വർഷക്കാലം നിലനിന്ന് പോയൊരു വ്യക്തിയാണ്. പക്ഷെ FijiCard.com വന്നിട്ട് ഒരു 100 സെയിൽസോളത്തിന്റെ പ്രൊഡക്റ്റുകൾ സംസാരിക്കുന്ന സമയത്ത് ആരും ഇത് കേൾക്കുന്നില്ല. എന്തോ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ. ഒരു 4-5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ എൻ്റെ ചേച്ചി വിളിച്ചു, സിസ്റ്റർ വിളിച്ചു, പറഞ്ഞു ആളാണ് ഇൻവൈറ്റ് ചെയ്തത്, എനിക്ക് ഞാൻ പറഞ്ഞിട്ട് ആളുകൾ ഇതിലേക്ക് എത്തിയിട്ടില്ല, എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. അപ്പൊ ആളെ BOPക്കാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ബിസിനസ് അന്ന് സംസാരിക്കുന്ന സമയത്ത് നേരിട്ട് പോയിട്ട് സംസാരിക്കാൻ സാഹചര്യം ഇല്ല, കാരണം കോവിഡിന്റെ സിറ്റുവേഷനിലാണ്. അപ്പൊ BOPക്ക് ഇൻവൈറ്റ് ചെയ്യാൻ ഡിജിറ്റലായിട്ട് മീറ്റിംഗ് നടക്കുന്നുണ്ട്, ആ മീറ്റിംഗിലേക്ക് വേണം ഈ ആളുകളെ ഇൻവൈറ്റ് ചെയ്യാൻ. അപ്പം BOPയിലേക്ക് വിളിക്കാം. ഞാൻ BOP എന്ന് സൂം മീറ്റിംഗ് ആണ്, അപ്പൊ അതിലാണ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുക, ഒന്ന് ആ രീതിയിൽ ഇൻവൈറ്റ് ചെയ്ത് നോക്കുന്നു. ശരി, ആയിക്കോട്ടെ വന്നിട്ട് അങ്ങനെ പിന്നെ ഇൻവിറ്റേഷൻ എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തതിനു ശേഷം കുറച്ച് ആളുകൾ ഈ പ്രോജക്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. അപ്പം വളരെ സത്യസന്ധമായിട്ട് ഞാൻ പറയാം, ഈ പ്രോജക്റ്റിലേക്ക് ആദ്യമായിട്ട് ഞാൻ ഏകദേശം ഒരു 50-നടുത്ത ആളുകളെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് ആരും വന്നിട്ടില്ല. പക്ഷെ ഈ കമ്പനിയുടെ പ്ലാൻ കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പ്ലാൻ കണ്ട് മനസ്സിലാക്കിയ ശേഷം ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മൾ ഈ കൃത്യമായിട്ട് കാര്യങ്ങളിലേക്ക് എത്തിച്ചിരുന്ന സമയത്ത് ഏകദേശം 100 SVയുടെ 70-നടുത്ത് ഡയറക്റ്റ് ഈ ബിസിനസ്സിലേക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് 70 ആളുകളെ ഞാൻ ഈ ബിസിനസ്സിലേക്ക് നേരിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ 50 പേരെ ഈ ബിസിനസ് ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് അവരാരും എന്നോടൊപ്പം വരില്ല, അല്ലെങ്കിൽ ഇതിലേക്ക് എത്തുന്നില്ല എന്നുള്ള തോന്നലുണ്ടായപ്പോൾ ഞാൻ പഠിക്കാൻ മാറാൻ തയ്യാറായി. അത്രേ ഉള്ളൂ. എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച്, കാരണം നമുക്ക് അറിയില്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് എങ്ങനെ ഇൻവൈറ്റ് ചെയ്തു, എങ്ങനെ നമ്മൾ ചെയ്യണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഈ പറഞ്ഞ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുകയും, അതുകൂടാതെ 100 വീഡിയോസ് ഇപ്പം യൂട്യൂബിലാവട്ടെ മറ്റും ഇതിലാവട്ടെ അവൈലബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമ്മൾ പഠിക്കണം, എങ്ങനെ ഇത് ചെയ്യണം, എങ്ങനെ ഇതിന്റെ ഇൻവിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി, എന്താണ് ഈ ബിസിനസ് മനസ്സിലാക്കിയ സമയത്ത് നമ്മുടെ ഉള്ളിലേക്കൊരു എന്താ ശക്തമായ ഒരു കാര്യം നമ്മുടെ ഉള്ളിൽ രൂപപ്പെട്ടു വന്നു. ഇത് നല്ലൊരു ബിസിനസ് ആണ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് പറയാനും മനസ്സിലാക്കി കൊടുക്കാനും നമ്മൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. കാരണം സെയിൽസ് ഫീൽഡ് എന്റെ ബാക്ക്ഗ്രൗണ്ട് എക്സ്പീരിയൻസ് സെയിൽസ് ഫീൽഡിലാണ്. ഞാൻ എന്താ പറയാ 2005 കാലം തൊട്ട് സെയിൽസ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഒരു മേഖലയെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ FijiCardലുള്ളൂ. കാരണം ഞാൻ ബേസിക്കലി സെയിൽസ് ഫീൽഡിൽ വന്നിട്ട് പോലും എനിക്കൊരു ഇൻവിറ്റേഷൻ പാളിപ്പോയ സമയത്ത് കുറച്ച് ആളുകളെ മീൻസ് അവർ നമ്മളെ റിജക്ട് ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ, നമ്മൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്ത സാഹചര്യം വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ഉള്ളിലുണ്ടായ ഒരു കുത്തലുണ്ട്, ഇത് വേണ്ടിയിരുന്നില്ല എന്ന് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ആദ്യത്തെ 4 ദിവസം കൊണ്ട് ഉണ്ടായ സംഭവമാണ്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട, നമ്മൾ ഈ ബിസിനസ് വേണ്ടിയിരുന്നില്ല. കാരണം എന്റെ കസിൻസ് ഒക്കെ ചേച്ചിയാണെങ്കിലും ശരി, കുറെ ആളുകൾ ഇൻവൈറ്റ് ചെയ്ത് ഈ ബിസിനസ്സിലേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് എന്തുകൊണ്ടൊക്കെയോ നടക്കുന്നില്ല. അപ്പൊ അതിനൊരു മാറ്റം വരുത്തണം എന്നുള്ള തീരുമാനം വന്നു. മാറി കഴിഞ്ഞ സമയത്ത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഈ ബിസിനസ്സിലേക്ക് ഇത്രയധികം ആളുകളെ ഇൻവൈറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം ഒരുപാട് ആളുകളുടെ ലൈഫിൽ FijiCard.com എന്നുള്ള കോൺസെപ്റ്റ് വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. മാറ്റങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം മാറാൻ തയ്യാറാവുക എന്നുള്ളതാണ് ആദ്യമായിട്ട് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. കാരണം വലിയ കഴിവുകളോ വലിയ സംസാര ശൈലിയോ എന്താ പറയാ ഒരുപാട് ആളുകൾ ഇടപെടാനുള്ള ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നില്ല ഞാൻ. ഒരു 10-20 വർഷക്കാലം മുമ്പ് സെയിൽസ് ഫീൽഡിലേക്ക് വരുന്ന സമയത്ത്
ഒന്നും സംസാരിക്കാനോ മറ്റുള്ള ആളുകളോട് എങ്ങനെ ഇടപഴകണം ഒന്നും അറിയില്ലാതെ. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ വിജയിക്കണം എന്നുള്ള ഒരു വിശ്വാസം ഉള്ളിൽ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. എന്ത് കാര്യം ചെയ്യുകയാണെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണം. മറ്റുള്ളവർ ഒരു ബുദ്ധിമുട്ടില്ലാത്ത നമുക്കത് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നല്ലതാണെന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പൊ ഞാൻ ആദ്യം ജോലിക്ക് പോയ കാലത്തും ഇതേ കാര്യം തന്നെയാണ് ചെയ്തിരുന്നത്. ഇവിടെ വന്നതിന് ശേഷമാണെങ്കിൽ ശരി, നമ്മളൊരു എന്താ പറയുക, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യാന്നുള്ള കാര്യം പ്രോപ്പറായിട്ട് മാർക്കറ്റിലേക്ക് എത്തേണ്ട കാര്യങ്ങൾ എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ എന്താണ് fujicard.com എന്ന് ചോദിച്ചാൽ എന്റെ ഭാഷയിൽ ഞാൻ പറയുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലെ തന്നെ ഒരു ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം ആണ്. പക്ഷെ ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാനും ഇതിലൂടെ വരുമാനം നേടാനുള്ള ഒരു അവസരം കൂടെ ഇതിനൊപ്പം ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് ഈ ബിസിനസ് കേൾക്കുന്ന അല്ലെങ്കിൽ സംസാരിക്കുന്ന ആളുകളുടെ അടുത്ത്, സംസാരിച്ച് തുടങ്ങിയ ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് പ്രോപ്പറായിട്ടൊരു ഇൻവിറ്റേഷൻ നിങ്ങളെ ഫ്രണ്ട്സിനോടോ റിലേറ്റീവ്സിനോടോ പറയുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ഇൻവിറ്റേഷൻ കൊടുക്കുക. എങ്ങനെയാണ് ബിസിനസ് നമ്മൾ ചെയ്യുന്നത്? തുടക്കം തന്നെ ഞാൻ ആദ്യം ചെയ്ത മിസ്റ്റേക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു 100 പോയിന്റ് എന്നുള്ളതല്ല, ഒരു 25,000 രൂപ അന്നത്തെ സമയത്ത് ഒരു 25,000 രൂപ വേണം, കുറച്ച് പ്രൊഡക്റ്റുകൾ എടുക്കണം, നമുക്കൊന്ന് അടിപൊളിയായിട്ട് ചെയ്യാം, നല്ലൊരു മാറിയത്. അപ്പൊ അവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമായിട്ട് ബിസിനസ് കേൾക്കാൻ കൃത്യമായിട്ട് കമ്പനിയുടെ പ്ലാൻ കേൾപ്പിച്ചു കൊടുക്കാനാണ് നമ്മൾ തയ്യാറാവേണ്ടത്. ആദ്യത്തെ ഒരു ഒരുപാട് കാര്യങ്ങളൊന്നും പറയാതെ സിമ്പിളായിട്ട് ഒരാളുടെ അടുത്ത് പ്ലാൻ എത്തിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. പ്ലാൻ എത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കണം, നേരിട്ട് പോകണം. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കാര്യം, പിന്നെ ഈ ബിസിനസ് അസോസിയേറ്റ് ചെയ്ത ഒരുപാട് ആളുകൾക്ക് തുടക്കം എങ്ങനെയെന്ന് അറിയില്ലാത്തതുകൊണ്ടാണ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വരുന്ന സാഹചര്യം വരും. അപ്പൊ അവിടെ ഒന്ന് കറക്റ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഞാനിപ്പോ ഡിജിറ്റലായിട്ട് ഒരു ഇൻവിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാറില്ല. ഞാനൊരു ഇ-കൊമേഴ്സ് പ്രോജക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മേഖലയാണ്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ ഈ കമ്മ്യൂണിറ്റി ഒരു ഡിജിറ്റലായിട്ട് പ്രോഗ്രാം നടക്കുന്നുണ്ട്. വൈകിട്ട് 8 മണിക്ക് ഒരു സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട്. നീ ഒന്ന് കയറി ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കും, പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മേഖലയാണെന്ന് കണ്ടു നോക്കുന്നതാണ് ഞാൻ പറയാറുള്ളത്. അപ്പം കൂടുതലായിട്ട് ചോദ്യങ്ങൾ വരും, എന്താണ് കമ്പനി, എങ്ങനെയാണ് ഇതിന്റെ വർക്ക് എന്നുള്ള ചോദ്യം ഇങ്ങോട്ട് വരും. ആ സമയത്ത് ഞാൻ പറയാറുള്ളത്, ഞാനത് ഫോണിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാവണമെന്നില്ല. ഫുള്ളായിട്ട് കണ്ട് നിനക്ക് പറ്റുന്നതാണെങ്കിൽ ഓക്കെ, ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം. അതല്ലാതെ ഞാൻ പറഞ്ഞതുകൊണ്ട് ഇത് ചെയ്യണമെന്നൊന്നുമില്ല. ഒന്ന് കണ്ടു നോക്കുക. അത്യാവശ്യം ഫോണും വാട്സപ്പും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ഒരാളല്ലേ, നിങ്ങൾക്ക് ആ സമയം കൊണ്ട് ഒന്ന് ജസ്റ്റ് നോക്കി, ഒരു 10-40 മിനിറ്റ് കൊണ്ട് ഈ പ്രോഗ്രാം കഴിയും. ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നീ ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടോ നീ ചെയ്യണമെന്നില്ല. കണ്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രോജക്റ്റ് തന്നെയാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിജിറ്റലായിട്ട് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കാറുള്ളത്. അപ്പം മിക്കവാറും ആളുകൾ ഓക്കെ അത് കണ്ടു നോക്കാം എന്നുള്ളൊരു ഐഡിയയില് ഈ ബിസിനസ് പ്ലാൻ ഡിജിറ്റലായിട്ട് കാണാൻ വരാറുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് നമുക്കത് അങ്ങനെ എത്തിക്കാൻ പറ്റാറുണ്ട്. പ്ലാൻ കണ്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ അവരേക്ക് കൊടുക്കേണ്ടതുള്ളൂ. അപ്പൊ ഇവിടെ എന്താണെന്നുള്ള പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലോകത്ത് ഏതൊരു നെറ്റ്വർക്ക് മാർക്കറ്റും വിജയിച്ചിട്ടുള്ളത് പ്രോപ്പർ ആയിട്ടുള്ള ആദ്യത്തെ സംസാരത്തിൽ നിന്നാണ്. ആദ്യമായിട്ട് നമ്മൾ ഈ ബിസിനസ് എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ സംസാരിക്കുന്നു അനുസരിച്ചിരിക്കും നമ്മുടെ വിജയം എന്നുള്ളത്. കാരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇ-കൊമേഴ്സ് പ്രോജക്റ്റ് ആണ്, 100 കോടിയാണ് ചെമ്മണൂർ ഗ്രൂപ്പ് ഈ പ്രോജക്റ്റിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമ്മളോട് 1 രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ ഇൻവെസ്റ്റ്മെന്റിന്റെ വലിപ്പം മനസ്സിൽ കാണാൻ പറ്റുന്ന ആളുകൾക്ക് ഇതിനകത്ത് ആത്മാർത്ഥമായിട്ടും ഒരു സീരിയസ്നെസ്സോടുകൂടി ഈ ബിസിനസ് നോക്കി കാണാൻ പറ്റും. കാരണം 100 കോടി ചിന്തിച്ചു നോക്കുക, എത്ര കോടിയിൽ എത്ര സീറോ ഉണ്ടെന്ന് പറയുന്നത് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവിടെയാണ് 100 കോടി എന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ഈ കമ്പനി ചെയ്തിരിക്കുന്നത്. അപ്പൊ ചെമ്മണൂർ ഗ്രൂപ്പിന് ഒരു കാഴ്ചപ്പാടുണ്ട്. സാധാരണ ആളുകൾക്ക് നല്ലൊരു വരുമാനത്തിലേക്ക് എത്താൻ പറ്റുന്ന പ്രോജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് എത്ര കാലം നിലനിൽക്കുന്ന പ്രോജക്റ്റ് ആണ്, എത്ര കാലത്തേക്ക് ഈ മാർക്കറ്റിൽ ഈ പ്രോജക്റ്റ് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടേ ഒരു കോർപ്പറേറ്റ് സെഗ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനി ഒരു പ്രൊജക്ട് തുടങ്ങുള്ളൂ. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. നമ്മളെ പോലെ ഒരു ഷോപ്പ് തുടങ്ങാനാണെങ്കിൽ പോലും നമ്മൾ ആലോചിക്കുന്ന എത്രേ ഉള്ളൂ, ഒരു കട തുടങ്ങുമ്പോൾ അതിനടുത്ത് എത്ര കച്ചവടം ഉണ്ടാവുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിന് പറ്റുന്ന ബിൽഡിംഗ് ആണ്, അല്ലെങ്കിൽ മുകളിൽ നിലയിലാണെങ്കിൽ അവിടെ കച്ചവടം ഉണ്ടാവാൻ ചാൻസ് ഇല്ല, നമുക്ക് താഴോട്ടിറങ്ങി നല്ല സ്പേസ് ആണെങ്കിൽ മാത്രമേ കച്ചവടം കിട്ടുള്ളൂ എന്നുള്ള ഒരു കോമൺ സെൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു സാധാരണ വ്യക്തിയിലാണ് ഇപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നും കാണാതെ നമ്മളെപ്പോലെ സാധാരണക്കാരെ ആളുകളെ വിശ്വസിച്ചുകൊണ്ട് മാത്രം ഈ പ്രോജക്ട് തുടങ്ങുന്നു തോന്നില്ല. നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ലക്ഷ്യങ്ങളും ലക്ഷ്യബോധവും ഉള്ള ഒരുപാട് ആളുകൾ അതിലുണ്ട്. പക്ഷെ അവർക്ക് കൃത്യമായിട്ടുള്ള അവസരങ്ങൾ കിട്ടാത്തതുകൊണ്ട് എവിടെയും എത്തിപ്പെടാതെ പോലുള്ള തിരിച്ചറിവ് കമ്പനിക്കുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് ഈ പ്രോജക്റ്റ് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിലൂടെ കമ്പനിയും വളരും, നമ്മൾക്കും വളരാൻ പറ്റും. ഒരു എന്താ പറയാ, കൊടുക്കുന്ന കാര്യങ്ങളെ നമുക്ക് തിരിച്ചു കിട്ടുള്ളൂ.
അപ്പം നമ്മളിവിടെ എത്ര കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് നമുക്ക് വളരാൻ പറ്റുന്നതാണ്. അപ്പം മോസ്റ്റ് ഇമ്പോർട്ടന്റ് നമ്മളിവിടെ കൂടുതൽ ടൈം വിനിയോഗിക്കുന്ന സമയം കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്ത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആദ്യത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകൾക്കും ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളാണ്. ഇൻവിറ്റേഷൻ ചെയ്യാനുള്ള ഞാൻ പറഞ്ഞു, അത് ചെയ്തു കഴിഞ്ഞാലും ആളുകളായിട്ട് വരുന്ന സമയത്ത് പ്ലാൻ കേൾക്കുന്ന ഒരാള് ഓക്കെ കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം ആൾ ആദ്യം ചിലപ്പോൾ പറയാം എനിക്കിങ്ങനെ വലിയ സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല, ആളുകളെയൊക്കെ ചേർക്കണ്ടേ എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യമൊക്കെ വരാം. അപ്പം അവരോട് പറയേണ്ട ഇത്രേ ഉള്ളൂ, നമ്മൾ ആളുകളെ ചേർക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ബിസിനസ് കോൺസെപ്റ്റ് അല്ല. ഇന്ന് കാലഘട്ടം മാറി. മൊബൈലിൽ ഫ്ലിപ്കാർട്ടും ആമസോണും ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ മീഷോ മിന്ത്ര പോലുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റും. അത് മിക്കവാറും എല്ലാ മൊബൈൽസിലും ഉണ്ട്. അപ്പൊ ഫ്ലിപ്കാർട്ട് ഒന്നും ഇല്ലാത്ത മീൻസ് ഒന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കാണുന്ന ഒരു പിന്നെ ആപ്ലിക്കേഷൻ ആണ് ഫ്ലിപ്കാർട്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ആമസോൺ വന്നിട്ടുള്ള ആപ്ലിക്കേഷൻ ഒക്കെ കാണാം, മിക്കവാറും മൊബൈൽസിലൊക്കെ ഉണ്ടാവും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ പോലും അവർക്കത് അറിയില്ലാതിരിക്കും. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഡെവലപ്പ് ആയിട്ട് എത്ര വർഷമായി എന്നുള്ളത് ചോദിക്കാം. ആമസോൺ എന്നുള്ള കമ്പനി ഡെവലപ്പ് ആയിട്ട് എത്ര വർഷമായി എന്ന് വെച്ചാൽ 30 വർഷത്തിന് മുകളിലായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ട് അധികം നമ്മൾ അറിഞ്ഞു തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല എങ്കിൽ പോലും 30 വർഷം പഴക്കമുള്ള ഒരു കമ്പനിയാണ് ആമസോൺ എന്നുള്ള. അപ്പൊ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ അത്രയും സമയം എടുത്തിട്ടുണ്ട്. പക്ഷെ ചെമ്മണ്ണൂർ പോലൊരു ഗ്രൂപ്പ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 100 കോടി അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ഒരു വെറുതെ ഒരാളെ കൂട്ടുക എന്നുള്ള രീതിയിൽ ഒരു ബിസിനസ് ആയിട്ട് അവർ തുടങ്ങും. നമുക്ക് പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം വേണം. അതാണ് ഫിജിക്കാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ഇവിടെ റെഡിയാണ്. അപ്പൊ ആളുകൾ ഇല്ലാതെ ലോകത്ത് എവിടെയെങ്കിലും എന്തെങ്കിലും കച്ചവടം നടക്കും, ഈ ചോദ്യം കൂടെ നിങ്ങൾ അതിനോടൊപ്പം തന്നെ ചോദിക്കുക. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകളെ ചേർക്കണ്ടേ എന്നുള്ള ഒരു ചിന്തയാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇതിനകത്തൊരു നെഗറ്റീവ് ഉള്ള കാര്യം. കാരണം അവര് ചിന്തയിൽ എങ്ങനെയാണ് ആളുകൾ ഇതിന് വരുന്നു, പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു എന്നതിൽ കാണാതെ ആളുകൾ വന്ന് ചേർന്ന് വർക്ക് ചെയ്യുന്നു, അങ്ങനെയാണ് ചിന്തിക്കുന്നത്. ശരിയാണ്, ആളുകൾ വേണം ഇല്ലാന്നുള്ള ഞാൻ പറയണത്. പക്ഷെ അത് പറയുന്ന രീതിയിൽ ഒരു നെഗറ്റീവ് ഉണ്ട്. ആൾ ചേർക്കണ്ടേ എന്നുള്ള ചിന്ത അവരുടെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് ചിന്ത. അപ്പൊ സ്കീമുകളിലൊക്കെയാണ് ആളുകൾ ചേർക്കുന്നത്. ഒരു ബിസിനസ് ആണെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ അവരോട് പറയേണ്ടത്രേ ഉള്ളൂ. ഫ്ലിപ്കാർട്ടും ആമസോണും പോലുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്, പക്ഷെ അവിടെയൊക്കെ പരസ്യങ്ങളിലൂടെയൊക്കെയാണ് നമ്മളിലേക്ക് എത്തിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൂടെ ഇതിനകത്ത് ബിസിനസ് ചെയ്യാനുള്ള അവസരം കൂടെ കമ്പനി നമുക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ അഡ്രസ്സും ഡീറ്റെയിലും പാൻ കാർഡും കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇതിൽ നിന്ന് ഒരു 25 SB അല്ലെങ്കിൽ 50 SB അല്ലെങ്കിൽ 100 SB നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഗുണം എന്താണെന്നല്ല കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പൊ എവിടെയാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ മാറേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനോഭാവത്തിൽ ആദ്യം മാറ്റം വരുന്നത്. ഇത്രയും വലിയൊരു ഗ്രൂപ്പ് ഒരു പ്രൊജക്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ട രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അവർ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനോടൊപ്പം ചേർന്ന് പോകാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഈ കമ്പനിയുടെ കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാൻ തയ്യാറാവാം. അപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് നെഗറ്റീവ് വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ മനസ്സിൽ കാണേണ്ടത്, ലോകത്ത് ഒരു ബിസിനസ് പോലും ആളുകളില്ലാതെ ചെയ്യുന്നില്ല. ഇപ്പൊ ഞാൻ തൃശ്ശൂരിലാണ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തൃശ്ശൂരുള്ള ഒരു ഫേമസ് ഹോട്ടലിൽ നിന്നൊരു മെസ്സേജ് വരാണ്. വലിയ ഗ്രൂപ്പിന്റെ ഹോട്ടലാണ്. അപ്പൊ അവര് അതില് മെസ്സേജ് ആയിട്ട് വൈകിട്ട് എന്താ പറയാ ഇന്ന സമയത്ത് ഡിന്നർ സ്റ്റാർട്ട് ചെയ്യും, 750+ എത്ര രൂപയാണ് അതിന്റെ ചാർജ് വരുന്നത് എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ ഈ ഗ്രൂപ്പിന് മീൻസ് ആ ഹോട്ടലിന് ഇത് പരസ്യപ്പെടുത്താതെ അല്ലെങ്കിൽ ഒരാളിലേക്ക് എത്തിക്കാതെ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മുടെ നമ്പർ മീൻസ് തൃശ്ശൂരുള്ള കുറച്ച് സർക്കിളിൽ നിന്ന് കുറച്ച് നമ്പറുകൾ ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തായിരിക്കാം, കാരണം ഡാറ്റാബേസ് എവിടെ നിന്ന് വേണമെങ്കിലൊക്കെ പോവാം. അപ്പൊ നമ്മുടെ നമ്പർ എവിടെ നിന്ന് കിട്ടിയിട്ട് അതിലേക്ക് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരികയാണ്, ഇന്ന സമയത്ത് നമ്മുടെ ഡിന്നർ ഇന്ന ടൈമിൽ സ്റ്റാർട്ട് ചെയ്യും, ഇന്ന ടൈം വരെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങോട്ട് വരുവാണെങ്കിൽ ഈ 1000+ അല്ലെങ്കിൽ 1000+ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ മെസ്സേജ് വരുന്നത്. അപ്പൊ ഞാൻ ആലോചിക്കാറുണ്ട്, എന്തിനാണ് ഇത്രയും വലിയൊരു ഗ്രൂപ്പ് നമ്മൾക്ക് മെസ്സേജ് അയച്ച് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്? വലിയൊരു ഗ്രൂപ്പിന്റെ മെസ്സേജ് ആണ് വരുന്നത്. അപ്പം ഇതേ കാര്യം നമ്മൾ ഫിസിക്കലായിട്ടോ അല്ലെങ്കിൽ ഡിജിറ്റലായിട്ടോ നമ്മൾ അറിയുന്ന ഫ്രണ്ട്സിനോട് പറഞ്ഞു കഴിയുമ്പോൾ ഒരു മിസ്റ്റേക്ക് ആയിട്ടോ അല്ലെങ്കിൽ തെറ്റായിട്ടോ ആളുകൾ ട്രീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ചിന്തിക്കാറ്, ഇത്ര വലിയ ഗ്രൂപ്പിന് നമ്മളെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടി മെസ്സേജ് അയച്ചിട്ടാണ് നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് സംസാരിക്കുന്നത്, നമ്മൾ ആ പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അതേ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ മീൻസ് ഫിജിക്കാർട്ട് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഒരു അസോസിയേഷന് വേണ്ടി നമ്മൾ സംസാരിക്കുന്ന സമയത്ത് പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്രേ ഉള്ളൂ, ഇത്രയും വലിയ കമ്പനികൾ പരസ്യങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് എത്തുന്നത്. അല്ലെങ്കിൽ മെസ്സേജുകൾ ടെക്സ്റ്റ് ആയിട്ടും മെസ്സേജ് ആയിട്ടും വാട്സപ്പ് ആയിട്ടും ഒക്കെ നമുക്ക് മെസ്സേജുകൾ വരും.
ഇപ്പം മോഹൻലാലും മമ്മൂട്ടിയും പോലെയുള്ള പ്രമുഖരായ ബ്രാൻഡ് അംബാസിഡേഴ്സ് ആയിട്ട് മാറിയിട്ടുള്ള ആളുകളുണ്ട് പല കമ്പനികൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഇപ്പൊ മൈജി എന്നുള്ള കമ്പനിക്ക് വേണ്ടി ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം സംസാരിക്കുന്നത് മൈജിക്ക് വേണ്ടിയിട്ടാണ്. അതേ കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുമാനം കിട്ടുമെങ്കിൽ അതിലൊരു തെറ്റും ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരസ്യങ്ങളിലൂടെയാണ് നമ്മുടെ 99%, 1% എക്സെപ്ഷൻ കേസസ് ഉണ്ടാവാം, ബാക്കിയുള്ള 99% പ്രൊഡക്റ്റുകളും മാർക്കറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പൊ പരസ്യത്തിന് വേണ്ടിയിട്ട് കോടികൾ വാങ്ങിച്ച് നമ്മള് അവരെ മീൻസ് ബ്രാൻഡ് അംബാസിഡേഴ്സിനെ അല്ലെങ്കിൽ പരസ്യത്തിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് വലിയൊരു എമൗണ്ട് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു കമ്പനിയുടെ മാർക്കറ്റിംഗ് കോസ്റ്റിന് 30% മാറ്റിവെക്കപ്പെടുന്ന പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഒരു 30% പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്പനി സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഒരു ആഡ് ക്യാമ്പയിൻ വരുന്ന സമയത്ത് കോടികളാണ് അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത്. അപ്പം പരസ്യങ്ങൾ വരുമ്പോൾ വലിയ പേപ്പറുകളിൽ ന്യൂസ് കട്ടിങ്സും കാര്യങ്ങളും, ഇപ്പം ഡിജിറ്റൽ ആഡുകളാണ് വരുന്നത്. ഇതിനൊക്കെ വലിയ ഇൻവെസ്റ്റ്മെന്റുകളുണ്ട്. ഇതിന്റെയൊക്കെ എന്താ പറയുക, പ്രൊഡക്റ്റിന്റെ വില നിർണ്ണയിക്കപ്പെടുന്ന ഈ പരസ്യങ്ങളുടെ ചാർജ് കൊണ്ട് ഉൾപ്പെടുത്തിയിട്ടാണ്. അപ്പൊ നമ്മളൊരു വ്യക്തിയോട് പറയേണ്ടത്, ഇതൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. പരസ്യങ്ങളും ഇടനിലക്കാരും ഇല്ലാതെ ഈ ബിസിനസ് നേരിട്ട് എത്തിക്കുന്ന ഒരു രീതിയാണ് ഡയറക്ട് സെല്ലിംഗ് എന്നുള്ള മേഖലയിൽ. അപ്പം നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുന്ന സമയത്ത് ഒരു സപ്ലൈ ചെയിൻ എന്നാണ് പ്രൊഡക്റ്റ് വാങ്ങുന്നത്. ഇപ്പൊ ചെയിൻ അല്ലേ എന്നുള്ള രീതി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരു സപ്ലൈ ചെയിൻ അറിയില്ലാത്ത ആളുകളുണ്ടാവും. അപ്പൊ അവര് ചിലപ്പം നമ്മളോട് നിങ്ങൾ ചേർക്കേണ്ടതായിരിക്കും, നിങ്ങൾ എന്തായാലും ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ, ഒരു കടയിൽ പോയിട്ടോ ഒരു ആപ്ലിക്കേഷൻ വഴി ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ നേരിട്ട് ഉത്പാദിപ്പിക്കുന്ന ഒരാളെടുത്ത് പോയിട്ട് അല്ല ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഒക്കെ വാങ്ങുന്നത്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു എന്താ പറയാ കമ്പനിയുടെ സ്ലൈഡ് പറയുന്ന സമയത്ത് നമ്മൾ ഒരു കൃത്യമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഇത്, എങ്ങനെയാണ് വരുമാനം എന്നൊക്കെ പറയുന്ന സമയത്ത് ഒരു 3 കാര്യങ്ങൾ പറയുന്ന ഒരു സ്ലൈഡ് വരുന്നുണ്ട്. മാർക്കറ്റിംഗ് എങ്ങനെ, നമ്മുടെ ഡിജിറ്റൽ ഇ കൊമേഴ്സ് എന്താണ്, ഡയറക്ട് സെല്ലിംഗ് എന്താണ്, നമ്മുടെ മീൻസ് ഈ പറഞ്ഞ എന്താ പറയാ ആമസോൺ പോലുള്ള ഇ കൊമേഴ്സ് കമ്പനികളുടെ വർക്ക് എങ്ങനെയാണ് നേരിട്ടുള്ള മീൻസ് വിൽപ്പന നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ സ്ലൈഡുകൾ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഒരു ട്രഡീഷണൽ മാർക്കറ്റിംഗ് നമ്മൾ അവിടെ സ്ലൈഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കസ്റ്റമർക്ക് മനസ്സിലാക്കി കൊടുക്കും. അവിടെ ചോദിക്കുന്നുണ്ട്, ചേട്ടാ നമ്മൾ ഏറ്റവും അടുത്തുള്ള ഫ്രണ്ട് ആണെങ്കിൽ ചേച്ചി നമ്മൾ അറിയുന്ന ആളോട് പറയുന്നത്, നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ എങ്ങനെയാണ് കച്ചവടം നടക്കുന്നത് നിങ്ങൾക്ക് അറിയൂ എന്നാണ് ചോദിക്കുക. അപ്പൊ അവര് കടയിൽ പോകുന്നു, നമ്മുടെ വീടിന്റെ അടുത്തുള്ള ചേട്ടൻ അവിടെ ഇക്കാന്റെ കടയാണ്, അവിടെ പോയിട്ട് ഞാൻ സ്ഥിരമായിട്ട് പ്രൊഡക്റ്റ് വാങ്ങും. ആ കടയിലേക്ക് ആ പ്രൊഡക്റ്റ് എത്തിയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ ഒരു ഹോൾസെയിലിൽ എടുത്തായിരിക്കും, ഒരു പക്ഷേ ഹോൾസെയിൽ എന്നുള്ള ഒരു കടക്കാരനും അവർക്ക് അറിയണ്ടാവും, അല്ലെങ്കിൽ അതിനുള്ളിൽ ഉള്ള ആളുകളെ കുറിച്ച് അവർക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. അവർ പറയുന്നത് സപ്ലൈ ചെയിനിലൂടെയാണ് നമ്മൾ ആ പ്രൊഡക്റ്റ് എടുത്തിരിക്കുന്നത്. ഈ കമ്പനിക്ക് ഒരു പ്രൊഡക്റ്റ് നാഷണൽ ലെവലിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, അവർ റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർ വെച്ചിട്ടുണ്ട്. ആ റീജിയണൽ ഡിസ്ട്രിബ്യൂട്ടർ ഒരു സൂപ്പർ സ്റ്റോക്കിസ്റ്റ് വെച്ചിട്ടുണ്ട്. ആ സ്റ്റോക്കിസ്റ്റ് ഒരു ഏരിയ വൈസ്, അതായത് നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് ഒരു ഹോൾസെയിലറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഹോൾസെയിലർ വഴിയാണ് ഒരു 4-5 ഇടനിലക്കാർക്ക് ഒരു പ്രൊഡക്റ്റിന്റെ ലാഭം ഷെയർ ചെയ്യുമ്പോൾ എന്തായാലും 10-40% ലാഭം അവിടെ പോകുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഒരു 20-30% എന്തായാലും പരസ്യങ്ങൾക്ക് വേണ്ടി, 70%-അടുത്ത് എമൗണ്ട് ഈ പറഞ്ഞ മാർക്കറ്റിംഗ് കോസ്റ്റ് ആയിട്ട് കമ്പനികൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കണ്ടേ. ഇടനിലക്കാർക്കും പരസ്യങ്ങൾക്കും പോകുന്ന വരുമാനം അവരെ കട്ട് ചെയ്താൽ നമുക്ക് തരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ശരിയാണല്ലോ, അങ്ങനെ ഒരു മീഡിയേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അവരെ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ലാഭം എടുക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല എന്ന് പറയും. അപ്പൊ ഒരു കച്ചവടം ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ബിസിനസ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പൊ ഒരാളോട് പറയേണ്ടത്, നമ്മളിപ്പോ ഒരു സ്റ്റോർ, ഇവിടെ ഒരു പ്ലാൻ കേട്ട ഒരു വ്യക്തിയോട് പറയേണ്ടത്, നമ്മളൊരു സ്വന്തമായിട്ട് ഒരു സ്റ്റോർ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ്. ആ ഓപ്പൺ ചെയ്യുന്ന സ്റ്റോറിന് എന്തായാലും നമ്മൾ ഇവിടെ ഒരു ഫിസിക്കലായിട്ട് ഔട്ട്ലെറ്റ് ആണെങ്കിലും ഡിജിറ്റൽ ആയിട്ടാണെങ്കിൽ ശരി, നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ മിനിമം അതിലേക്ക് ഒരു സ്റ്റോക്ക് എടുക്കേണ്ടതില്ലേ, നമ്മുടെ വിൽപ്പനയ്ക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ നമ്മൾ എടുത്തു വെക്കേണ്ടത്. കട തുടങ്ങുകയാണെങ്കിൽ എന്താ ചെയ്യുക, ഞാൻ ഇത്രയും ചോദിക്കാറുള്ളൂ. സാധാരണ ഒരു കസ്റ്റമറോട് ചോദിക്കാറുള്ള, മീൻസ് പ്രോസ്പെക്ട് ആയിട്ട് വന്ന ആളോട് ചോദിക്കാറുള്ളൂ, നമ്മൾ ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മുടെ ഒരു കട ബിൽഡിംഗ് എടുത്തിട്ടു, അതിന് റൂം സ്പേസ് കാര്യങ്ങൾ ലൈസൻസ് ഒക്കെ എടുത്തു, അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാന്ന് ചോദിക്കും. നമ്മൾ ആദ്യം കുറച്ച് പ്രൊഡക്റ്റ് നമ്മുടെ കടയിലേക്ക് സ്റ്റോക്ക് എടുത്ത് വെക്കണം. അതേ രീതിയിൽ തന്നെ നമ്മൾ ഈ ബിസിനസ്സിനെ കാണാം. അപ്പം നമ്മൾ കസ്റ്റമർ മൈൻഡ് സെറ്റിലേക്ക് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മൾ ഈ ബിസിനസ് കൊണ്ടുപോകാം. ആ സമയത്ത് കുറച്ചുകൂടി ഈസിയാണ് ഈ ബിസിനസ്. ഒരാളെ ചേർക്കുന്ന പ്രശ്നം അവിടെ ഇല്ല. ഒരാൾക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറയും. ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതുള്ള കാര്യങ്ങളൊക്കെ കമ്പനി ചെയ്തു വെച്ചിട്ടുണ്ട്. ലൈസൻസ് എടുക്കണം, മുനിസിപ്പൽ ലൈസൻസ് ആണെങ്കിൽ, ഷോപ്പ് ലൈസൻസ് ആണെങ്കിൽ, എന്ത് സാധനമാണെങ്കിൽ ശരി, ഒരു പഞ്ചായത്തിൽ പോകുന്ന ആ ലൈസൻസ് എടുക്കാൻ പോകുന്ന സമയം തൊട്ട് നമുക്ക് എക്സ്പെൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി ബിസിനസ് ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കറിയാം, തൃശ്ശൂർ വന്നിട്ട് ലൈസൻസ് കിട്ടാൻ വേണ്ടി കുറച്ച് കൂടുതൽ സമയം പോകുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എനിക്ക് GST രജിസ്ട്രേഷൻ ഉണ്ട്, അത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലൈസൻസ് വേണം. പെട്ടെന്ന് കിട്ടിയാൽ മാത്രമേ എനിക്ക് ബിസിനസ് GST വഴി ബില്ല് ചെയ്ത് പെട്ടെന്ന് പ്രൊഡക്റ്റുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്താ പറയാ, ഒരു കോർപ്പറേഷനിൽ പോയ സമയത്ത് കുറച്ച് ടൈം കൂടുതൽ പോകുന്ന സമയത്ത് നമ്മൾ അവിടെ തൊട്ട് അങ്ങോട്ട് എക്സ്പെൻസ് തുടങ്ങി. അതായത് കൈക്കൂലി കൊടുത്തിട്ട് തന്നെയാണ് ലൈസൻസ് എടുക്കേണ്ടി വന്നത്.
പെട്ടെന്ന് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു. ഞാൻ പറയുന്നതുകൊണ്ട് ഒന്നും വിചാരിക്കേണ്ട, ഇവിടം തൊട്ട് ഒരു കട സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എക്സ്പെൻസ് തുടങ്ങും. ഒരു ലൈസൻസ് എടുക്കുന്ന സമയം തൊട്ട് നമ്മൾ അതിന്റെ ഫീസ് അടയ്ക്കുന്നത്, ഇപ്പൊ ഒന്നും ഇല്ലെങ്കിൽ ഫീസ് അടച്ചു തുടങ്ങി തൊട്ട് നമ്മൾ എക്സ്പെൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. പിന്നെ റെന്റ് കൊടുക്കണം. നമ്മളിപ്പോൾ മിക്കവാറും ബിൽഡിംഗ് നമ്മളായിരിക്കില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ബിൽഡിംഗ് റെന്റഡ് ആയിരിക്കും. അപ്പൊ മിനിമം ഒരു 200-300 സ്ക്വയർ ഫീറ്റിൽ റൂം സ്പേസ് എടുക്കണേ പോലും ഇവ ടൗണുകളിലൊക്കെ ആണെങ്കിൽ 5000, 10000, 20000 ഒക്കെയാണ് വരിക. നാട്ടുപ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 5000, 7000 രൂപയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ആവറേജ് റേറ്റ് വരുന്നത്. അപ്പൊ ഒരു മാസം റെന്റ് കൊടുക്കണം. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും പോലും നമ്മുടെ സാലറി നമ്മൾ കാണണം. അതിന് വേണ്ടിയിട്ടുള്ള മറ്റു കാര്യങ്ങൾ നമ്മൾ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ചിലപ്പോൾ രാത്രി 8 മണി വരെ നമ്മൾ ഷോപ്പിൽ ഇരിക്കണം. എന്നിട്ട് അതിനിടയ്ക്ക് നമുക്ക് ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, നമ്മളവിടെ കെട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയുള്ള ഒരു കച്ചവടം നമ്മൾ ചെയ്തിട്ട് വർഷങ്ങളോളം ചെയ്തിട്ടാണ് ട്രഡീഷണൽ മാർക്കറ്റിംഗിൽ ട്രഡീഷണൽ ബിസിനസ് ആളുകൾ ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള അത്രയും ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മുടെ സമയം ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് ഫിജിക്കാർഡ്. അപ്പൊ ഇവിടെ ഒരു ഷോപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കാര്യം കസ്റ്റമറെ മനസ്സിലേക്ക് എത്തണം. അവർക്ക് അറിയില്ല ഇതിനെക്കുറിച്ച്. ഷോപ്പ് തുടങ്ങിയിട്ടുള്ള ആൾക്ക് മാത്രമേ ഈ പറഞ്ഞ ലൈസൻസ് എക്സ്പെൻസിനെ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കുക, ലൈസൻസ് തുടങ്ങുന്ന ആ സമയം തൊട്ട് എക്സ്പെൻസ് വരും. ദെൻ അടുത്ത മാസം നമ്മൾ എന്തായാലും കട തുടങ്ങി കഴിഞ്ഞാൽ ആ മാസം 30 ദിവസം കംപ്ലീറ്റ് ചെയ്ത സമയത്ത് നമ്മൾ റെന്റ് കൊടുക്കണം. ദെൻ അതിലിപ്പോ സ്റ്റാഫിന് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള കോസ്റ്റ് നമ്മൾ കാണാം, അല്ലെങ്കിൽ കോസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ ഇതെല്ലാം ചെയ്തിട്ട് ഒരു ദിവസം നമുക്ക് ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് മാറണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പം ഷോപ്പുകൾ നടത്തുന്ന ആളുകൾക്ക് അറിയാം, ആ ഷോപ്പ് ഇട്ടിട്ട് എങ്ങോട്ടും പോകാൻ പറ്റില്ല. അവര് ഒരു കല്യാണത്തിൽ പോയിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂർ 1/2 മണിക്കൂർ അടച്ചിട്ട് പോകാൻ വന്നിട്ട് തൊട്ടടുത്തുള്ള സ്ഥലത്ത് പോയിട്ട് അപ്പൊ തന്നെ തിരിച്ചു വരുന്നതാണ്. ജീവിതത്തിൽ ഒരു ഫ്രീഡം അനുഭവിക്കുക, ടൈം ഫ്രീഡം ഒന്നും സാധനം ഇല്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെയുള്ള കച്ചവടങ്ങളും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ചും ഇതേ കാര്യം തന്നെയാണ്. കാരണം ഞാനൊരു 20 വർഷത്തിനിടയ്ക്ക് ജോലി ചെയ്യുന്ന സമയത്ത് ഏകദേശം ഒരു 10 ദിവസത്തിനടുത്ത് ഞാൻ ലീവ് എടുത്തില്ല, എന്റെ മാരേജിനോട് അനുബന്ധിച്ച് മാത്രമാണ്. ബാക്കി എല്ലാ ദിവസവും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. 24/7 അവിടെ വേണമെങ്കിലും പറയാം. കാരണം നമ്മുടെ ഫോൺ ഓഫ് ചെയ്തിട്ടില്ല, ഫോണിലേക്ക് കോളുകൾ വന്നുകൊണ്ടിരിക്കും, സർവീസ് കാര്യങ്ങൾ എന്ത് തന്നെയാണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സാധാരണ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുണ്ട്. അപ്പം ടൈം ഫ്രീഡം ഒന്നും ഇല്ല, നമ്മളവിടെ കെട്ടപ്പെട്ട അവസ്ഥയിലാണ് നിൽക്കുക. അവിടെ നിന്ന് മാറിയിട്ട് നമുക്ക് നമ്മുടെ ടൈം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഇരിക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റിയാണ് ഫിജിക്കാർഡ്. അപ്പോൾ ഒരു സ്റ്റോർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന് വേണ്ട കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ എടുക്കേണ്ടതെന്നുള്ള ചോദ്യത്തിൽ നിന്നാണ് നിങ്ങളുടെ സെല്ലിംഗ് ആരംഭിക്കുന്നത്. നമ്മളൊരു കട തുടങ്ങുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള ചോദ്യത്തിലേക്ക് നമ്മൾ എത്തുകയാണ്. നമ്മൾ ആദ്യം അവരുടെ അടുത്ത് ഒരു ബിസിനസ് ആശയമാണെങ്കിലും ആ ബിസിനസിന്റെ രീതിയിൽ നമ്മൾ സംസാരിച്ചു കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയെ സംബന്ധിച്ചോളം ഒരു സ്റ്റോർ തുടങ്ങണം. ഓക്കെ, ഇതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറയുന്ന ആളുകൾക്ക് ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്, ഇനിയും നമ്മൾ മാറണം എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണേ. എന്റെ കാഴ്ചപ്പാടിൽ ഈ ബിസിനസ് ഒരു ബിസിനസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് വലിയ രീതിയിൽ സംസാരിക്കാനും മാറാനും പറ്റുള്ളൂ. അപ്പൊ ഇത്രയും ഷോപ്പും കാര്യങ്ങളും എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനകത്ത് ഉണ്ടാക്കിയെടുത്ത് വർഷങ്ങൾ വേണം ഒരു ട്രഡീഷണൽ ബിസിനസ് വിജയിക്കാൻ. പക്ഷെ ഫിജിക്കാർഡ്.com നോക്കി 4-5 വർഷം കൊണ്ട് ഇതിനകത്ത് NSDM വരെ ആയിട്ടുള്ള ആളുകളുണ്ട്. 3 വർഷം കൊണ്ടൊക്കെ NSDM ആയ ലീഡേഴ്സ്, ഇപ്പോൾ സവിത മാഡം, സ്വപ്ന മാഡം, ഇവരൊക്കെ ഒരുപാട് കാലങ്ങളൊന്നും എടുത്തിട്ടില്ല. ഈ ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് വന്നു, ടോട്ടലി കമ്പനി 7 വർഷം കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. അതിൽ വലിയ രീതിയിൽ ലീഡർഷിപ്പിലേക്ക് എത്തിയിട്ടുള്ള ആളുകളായിട്ട് അവർ മാറിയിട്ടുണ്ട്. അവർക്കൊക്കെ പറ്റിയിട്ടുണ്ട്. ഉദാഹരണങ്ങൾ പല ആളുകളും ഉണ്ട്. ഞാനിപ്പോ പേരുകൾ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ചില ആളുകൾക്ക് അവരുടെ പേര് ഓർമ്മയുണ്ടാവാം. പക്ഷെ ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ, മനസ്സിലാക്കി നമ്മൾ ചെയ്യാന്നുള്ളതാണ്. ഒരു ബിസിനസ് ആയിട്ട് നമ്മൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പൊ ഒരു സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണം, പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്താണ് പല ആളുകൾക്കും പ്രശ്നങ്ങൾ വരുന്നത്. പ്രൊഡക്റ്റ് ഓക്കെ, സംഗതി എല്ലാം ഓക്കെയാണ്, പക്ഷെ ഇത്രയും രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടേ? ചോദ്യത്തിനോട് ഒബ്ജക്ഷൻ ആണ്. നമ്മളത് മനസ്സിലാക്കി ഇത്രയും രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നൊക്കെയാണ് ചില ആളുകൾ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത്, ചേട്ടാ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആണോ, നിങ്ങൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണോ ചോദിക്കും. അല്ല, അത് പ്രൊഡക്റ്റ് വാങ്ങുകയാണോ ചെയ്യാം. അതേ കാര്യം തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു ആപ്ലിക്കേഷൻ വഴി അല്ലെങ്കിൽ നമ്മൾ കമ്പനിയുടെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അവിടെ പോയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് അവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതല്ല, കുറച്ച് പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. ആ വാങ്ങുന്ന രൂപയ്ക്കുള്ള പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നത്, കൂടാതെ അതിനോടൊപ്പം കിട്ടുന്ന ഒരു അവസരം കൂടി ഉണ്ട്. ആ അവസരം നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇപ്പൊ പൈസ എന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഉള്ളിൽ കുറച്ച് ക്യാഷിന്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇത്രയും പൈസ മുടക്കണ്ടേന്ന് ചോദിക്കുന്ന സമയത്ത് ചോദിക്കേണ്ട ഒരു 100 പ്രൊഡക്റ്റോ കാര്യങ്ങൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്? നിങ്ങളൊരു ബിസിനസ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3-4 മാസത്തെ വാടക കൊടുക്കാൻ പൈസ പോലും നമ്മൾ ഇതിനകത്ത് വാങ്ങണില്ല. മീൻസ് വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഒരു മാസം നിങ്ങൾ ആവറേജ് എത്ര രൂപയ്ക്ക് പ്രൊഡക്റ്റുകൾ വീട്ടിലേക്ക് വാങ്ങേണ്ടത് വെച്ചാൽ മിനിമം 5000-നും 10,000-നും ഇടയ്ക്കുള്ള ഇതാണ്. 10,000 ഒന്നും അല്ല, അതിൽ കൂടുതൽ ഇപ്പം ചിലവുണ്ട്. ഒരു 4-5 ആളുകളുള്ള ഒരു ഫാമിലിക്ക് നോക്കുകയാണെങ്കിൽ 10,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് ഇന്ന് എക്സ്പെൻസുകൾ വരുന്നത്. ഇത്രയും കാലമായിട്ട് നമ്മൾ ഇന്ന കടയിൽ നിന്ന് ഏത് കടയിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങണം ഇതൊന്നും ചോദിച്ചു, റിയലായിട്ട് വാങ്ങുന്ന തന്നെയായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ ഒരു വർഷത്തേക്ക് പ്രൊഡക്റ്റ് വാങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കും. 12 മാസം കൊണ്ട് നിങ്ങൾ ഏറ്റവും ചുരുങ്ങി 60,000 രൂപ കച്ചവടം ആ കടക്കാരന് കൊടുത്തു.
അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ് കിട്ടിയത്? പ്രൊഡക്റ്റ് അല്ലാതെ വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ 60,000 ഒരുമിച്ച് കൊണ്ട് കൊടുത്താൽ ശരി, ഇത്ര രൂപ ഒരുമിച്ച് വാങ്ങിയതാണ്, അപ്പൊ ഇതിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും ഡിസ്കൗണ്ട് തരാറുണ്ടോ? തീർച്ചയായിട്ടും അവർ പറയില്ല. അവർക്കത് ചെയ്യാനും പറ്റില്ല. ഒരു കട നടത്തുന്ന ആളെ സംബന്ധിച്ചോളം ഒരു 20% ആവറേജ് മാർജിൻ ഉണ്ടാവും. ആ ഷോപ്പ് മറ്റു കാര്യങ്ങളും മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്നും തിരിച്ചു കൊടുക്കാൻ ഉണ്ടാവില്ല, കിട്ടില്ല. അപ്പൊ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കുറച്ച് 2-3 മാസത്തേക്കുള്ള പ്രൊഡക്റ്റുകൾ നിങ്ങൾ ഒരുമിച്ച് വാങ്ങിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല, ഇതിനകത്ത് കുറെ പോയിന്റ് വാല്യൂ കൂടുതലുള്ള പ്രൊഡക്റ്റുകളുണ്ട്. അപ്പൊ അത് നോക്കിയെടുത്ത് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ എടുത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ ഏതെങ്കിലുമൊക്കെ കടക്കാരന് പോയിട്ട് കൊടുത്ത് ലാഭം കൊടുക്കുന്നതിന് പകരം നമ്മൾ എടുക്കുന്നുണ്ട്. എന്താണ് തെറ്റ്? ഇപ്പൊ ഇവിടെ ഞാൻ ഏറ്റവും കൂടുതൽ ഉദാഹരണം പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മളൊരു ഡിഷ് വാഷ് എടുക്കുകയാണ്. 1 ലിറ്റർ ഡിഷ് വാഷ് എന്താ വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് 250 മില്ലിക്ക് 58 രൂപ വിമ്മ് പോലുള്ള ബ്രാൻഡുകൾക്ക് ഉണ്ട്. അപ്പോൾ ഒരു ആവറേജ് 250 രൂപ അടുത്ത് അല്ലെങ്കിൽ 138 അടുത്ത് ചെലവ് വരുന്നുണ്ട് 1 ലിറ്റർ വാങ്ങുമ്പോൾ. ഫിജികാർഡ് എന്നുള്ള കോൺസെപ്റ്റിൽ 1 ലിറ്റർ ഡിഷ് വാഷിന്റെ വില ആവറേജ് 200 രൂപയേ ഉള്ളൂ. നമ്മുടെ റേറ്റ് അതാണ്. അത് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ഉപയോഗിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ്. കഴിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഓർഗാനിക് ആയിട്ട് വരുന്നൊരു പ്രൊഡക്റ്റ് ആണ്. ഷോപ്പിന്റെ ഉടമസ്ഥന് എന്തായാലും ഒരു 20% ലാഭം കൊടുക്കുന്നുണ്ട്. ആ ലാഭം നമുക്ക് എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടോ? ഒരു ചോദ്യത്തിലൂടെയാണ് നമുക്ക് ആളുകളിലേക്ക് എത്താൻ പറ്റുക. അത് ശരിയാണല്ലോ, ഞാൻ എന്തിനാ ഈ പറഞ്ഞ കോയക്കയ്ക്ക് എല്ലാ മാസവും 20% ലാഭം കൊടുക്കുന്നത്? അത് എനിക്ക് കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ? അല്ലെങ്കിൽ അത്രയും കച്ചവടം നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതല്ലേ എന്നുള്ള ചിന്ത അവിടെ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചോദിക്കേണ്ട കാര്യമുള്ളൂ. ഇത്രയും വർഷങ്ങളായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല, ആ ഷോപ്പുകാരനൊന്നും തന്നിട്ടില്ല. പക്ഷെ ഫിജിക്കാർഡ് പറയണത് നിങ്ങൾ ഒരു 25 SPയുടെ 50 SPയോ 100 SPയോ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ലാഭവിധത്തിന്റെ ഒരു 42% നമുക്ക് ലാഭവിഹിതം നമുക്ക് തരാമെന്നാണ്. 6 തരത്തിൽ നമുക്ക് തരും. കടയിൽ പോയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കടക്കാരന് കിട്ടുന്ന ലാഭം റീറ്റെയിൽ പ്രോഫിറ്റ്. രണ്ടാമത്തെ വരുമാനം നമ്മുടെ ജനറേഷൻ ബോണസ് എന്ന് പറയുന്ന നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് ബിസിനസ് സ്പോൺസർ ചെയ്താൽ വരുന്ന ആ ആളുകൾ 100 SPയിൽ കൂടുതൽ എന്ത് പ്രൊഡക്റ്റ് എടുത്താലും അതിന്റെ റീപർച്ചേസ് ഇൻകം നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആണ്. 20-50% നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, 3rd റാങ്ക് കോൺവേർട്സ് ഒരു സാധാരണ ഒരു വീട്ടമ്മയോടാണ് നമ്മൾ ബിസിനസ് സംസാരിക്കുന്നതെങ്കിൽ അവരുടെ ഈ 3rd റാങ്കിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞു കൊടുക്കുക. അവരുടെ 3ാമത്തെ ഒരു പൊസിഷൻ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു 10,000 വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന അവസരമാണ്. ഞാൻ പ്ലാൻ പറഞ്ഞ സമയത്ത് നിങ്ങൾക്ക് അത് ഫുൾ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയുകയാണ്, ഈ കമ്പനിയുടെ ചാനലിലൂടെ നമ്മുടെ ചാനൽ ഒരു ബി ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. ഈ ബിസിനസ് മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു SPയുടെ കച്ചവടം തൊട്ട് 2000 SB കംപ്ലീറ്റ് ചെയ്യുന്ന എന്നാണോ അന്ന് മാച്ച് ചെയ്ത എമൗണ്ടിനെ നിങ്ങൾക്ക് ഓരോ ദിവസം എമൗണ്ട് ക്രെഡിറ്റ് ആവുന്നുണ്ട്. മിനിമം ഒരു 40,000 രൂപ വരുമാനം നമ്മൾ വാങ്ങുന്ന സമയത്ത് നമ്മൾ ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ 3ാമത്തെ പൊസിഷനിലേക്ക് എത്തും. ഈ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ടീമിൽ മിനിമം ഒരു 14 പേരുള്ള ഒരു ടീം നമുക്ക് ഉണ്ടാവും. അവിടെ നിന്ന് ഒരു 300 SPയുടെ കച്ചവടം നടത്താൻ നമ്മൾ അവരൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, നമുക്കിത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിലൂടെ കച്ചവടം ചെയ്യുന്നതിന്റെ ലാഭവിഹിതം നമുക്കൂടെ കിട്ടുന്നു. അപ്പൊ അവിടെ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ 300 SPക്ക് 6,000 രൂപ കിട്ടുന്നു. മിനിമം ഒരു 10,000 രൂപ കമ്പനിയുടെ പെർഫോമൻസ് ബോണസ് വന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഒരു 18,000 രൂപ മിനിമം ഒരു വീട്ടമ്മയ്ക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് അവരെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്തിട്ട് വേണമെങ്കിലും വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ആശയമാണ് നമ്മുടെ പെർഫോമൻസ് ബോണസ്. ഇതൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് ഏത് പോയിന്റിലാണ് ആളെ ക്ലിക്ക് ആവേണ്ടത് എന്നുള്ള മനസ്സിൽ നമ്മൾ കാണുക. പിന്നെ പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് എലാബറേറ്റ് ചെയ്ത് നമ്മൾ അതിനെ കുറിച്ചൊന്നും പറയേണ്ടതില്ല. കാരണം പ്രസന്റേഷന് ഓരോ സ്ലൈഡിനും ഒരു നിശ്ചിത വേഗതയിൽ നമ്മൾ പറഞ്ഞു പോകുക എന്നുള്ളതാണ്. മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. പക്ഷെ അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ പെർഫോമൻസ് ബോണസ് ഇതാണെന്ന് കൂടുതലായിട്ട് അതിനെ കുറിച്ച് അവിടെ നിന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ലൈഡിന് ഇമ്പോർട്ടൻസ് ഒന്നും കിട്ടണമെന്നില്ല. ഏത് സ്ലൈഡിലാണ് ആള് ക്യാച്ച് ആവുക നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം അവർക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയ ഒരു ഭാഗം ചിലപ്പോൾ പെർഫോമൻസ് ബോണസ് ആണെങ്കിൽ നമ്മളത് ഹൈലൈറ്റ് ചെയ്യുക. ഇപ്പൊ വീട്ടമ്മമാരൊക്കെയാണ് പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി. അപ്പൊ ഞാൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അതിനൊന്ന് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് അവർ ചിന്തിക്കാൻ തുടങ്ങും. ഒരു 10,000 മാസം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ? ഇപ്പൊ ചേച്ചി ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഇപ്പൊ തൊഴിലുറപ്പും ഉണ്ട്, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതിനോടൊപ്പം തന്നെ ഒരു മാസം നമുക്കൊരു 10,000 എങ്കിലും മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട്, അത് നല്ലതല്ലേ ചോദിക്കുന്ന സമയത്ത് ശരിയാണോ? നല്ലതാണ്. അതിന് പറ്റുന്ന ഒരു അവസരമാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. ഈ അവസരത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ആകെ ചെയ്യേണ്ട ഒരൊറ്റ തവണ കുറച്ച് പ്രൊഡക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുക. ആ പർച്ചേസിനോട് കൂടി തന്നെ നമുക്ക് അവസരം കിട്ടുന്നുണ്ട്. അത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നില്ല ചോദിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതല്ലെന്ന് ആരും പറയാനുള്ള ചാൻസ് ഇല്ല. ദെൻ പലപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ചേച്ചിമാര് പ്ലാനൊക്കെ എടുക്കും, എല്ലാം ഓക്കെ എന്നൊക്കെ പറയും, പക്ഷെ ചേട്ടനോട് ചോദിക്കട്ടെ എന്ന് പറയും. ചേട്ടനോട് ചോദിക്കട്ടെ എന്നിട്ടുണ്ടെങ്കിൽ തീരുമാനമെടുക്കേണ്ട ചേട്ടനാണെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ ആ ചേട്ടനോട് കൂടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇവർ രണ്ടുപേരും കൂടെ ഉള്ള സമയത്ത് നമ്മൾ അപ്പോയിന്റ് എടുത്താൽ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ചേട്ടൻ ചേച്ചി ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കി കൊടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെ ആയിട്ടുണ്ടാവും. അപ്പൊ നമ്മളൊരു റൈറ്റിംഗ് നോട്ട് നമ്മുടെ കയ്യിൽ വെക്കുക, നിങ്ങൾക്ക് എഴുതി കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന. കാരണം ബൈനറി ഒന്നും ആൾക്കാർ
ആളുകൾക്ക് അറിയില്ല. ലോകത്ത് ബൈനറി നാളെ ചേർക്കുക എന്നുള്ളത് മാത്രമാണ് ചില ആളുകൾക്ക് അറിയുള്ളൂ. ബൈനറി സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തിട്ട് നമ്മൾ പറയാം, ഇവിടെ നമ്മൾ 2 ഓർഗനൈസേഷൻ ആയിട്ടാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് നമ്മുടെ പേരിലൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തു, നമ്മുടെ പേരിലൊരു ഡിജിറ്റൽ സ്റ്റോർ തുടങ്ങി. അതിന് സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സ്റ്റോറുകൾ കൊടുക്കാൻ പറ്റും. അപ്പൊ ഈ സ്റ്റോറുകളൊക്കെ പറയുന്ന സമയത്ത് എന്താണ് സ്റ്റോർ എന്നുള്ള സാധനം നമ്മുടെ സ്റ്റോർ നമ്മൾ കാണിച്ചു കൊടുക്കുക. ഡിജിറ്റൽ ആയിട്ടുള്ള സ്റ്റോർ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട സ്റ്റോർ ഒന്ന് കാണിച്ചു കൊടുത്തില്ല എല്ലാ പ്രൊഡക്റ്റുകളും ഉണ്ടെന്നുള്ള ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക. ഇത്രയധികം പ്രൊഡക്റ്റുള്ള ഒരു കമ്പനിയിൽ നമുക്ക് ഒരു എൻട്രി വെക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അവരുടെ ഉള്ളിൽ തന്നെ ഫീൽ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ചോദിക്കേണ്ടത്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ. അപ്പൊ അവര് ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമായിരിക്കും ആളെ ചേർക്കേണ്ടത് എന്നുള്ള സാധനം തന്നെ ചോദിക്കും. അത് നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ലോകത്തൊരു കച്ചവടവും ആളുകളില്ല, നടക്കുന്നില്ല. അതിനൊരു വ്യക്തമായ ഒരു രീതി ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിൽ മൾട്ടിലെവൽ മാർക്കറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പരസ്യങ്ങളും ഇടനിലക്കാരും ഇല്ലാതെ ബിസിനസ് ചെയ്യുന്ന രീതിയാണ്. പരസ്യമില്ല, ഇടനിലക്കാരും ഇല്ലെങ്കിൽ ഇത് പരിചയപ്പെടുത്താനും വേണ്ടേ ആ ആളാണ് ഞാൻ, അല്ലാതെ വേറൊന്നുമല്ല. റെഫറൽ മാർക്കറ്റിംഗ് എന്താണെന്നും നമുക്ക് ഡയറക്ട് സെല്ലിംഗ് എന്താണെന്നും ഒക്കെ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരു കച്ചവടം പോലെ തന്നെ അവർക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും, അത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഒക്കെ നമുക്കിത് എടുക്കാമെന്നുള്ളൊരു തീരുമാനത്തേക്ക് അവർക്ക് എത്തിക്കാൻ പറ്റും. ചില ഒബ്ജക്ഷൻസ് പറയാം, ഇപ്പം മണി ചെയിൻ അല്ലേ എന്നൊക്കെ ചോദ്യങ്ങൾ വരാം. ഒരാള് സംസാരിച്ചു കഴിഞ്ഞാൽ ചെയിൻ എന്ന് പറഞ്ഞ സാധനം ഓക്കെ, മണി ചെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കേണ്ടുള്ളൂ, ചേട്ടാ എന്താണ് ഈ മണി ചെയിൻ എന്നുകൊണ്ട് ചേട്ടൻ ഉദ്ദേശിച്ചത്, ചേട്ടൻ ഒന്ന് പറഞ്ഞെന്ന് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 2 ആളെ കൂട്ടണം, അവരുടെ അടുത്ത് കുറച്ച് പ്രൊഡക്റ്റ് അല്ല കുറച്ച് പൈസ വാങ്ങണം, പിന്നെ അത് ചേർത്ത് പോകുമ്പോൾ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞ ഈ ബിസിനസ്സിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ഇതിൽ പ്രൊഡക്റ്റ് സെല്ലിങ്ങിന്റെ ഒരു രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ആ രീതി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ കമ്പനിയുടെ പ്ലാനടക്കം എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഇത്രയൊക്കെ കേട്ടിട്ട് ചേട്ടൻ മനസ്സിലായില്ലേ, തിരിച്ചു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഇത്രയും കേട്ടിട്ട് മനസ്സിലായില്ലേന്ന് ചോദിക്കുന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്താണെന്നുള്ള ഒരു ചിന്ത ഉള്ളിലേക്ക് വരും. ഇതില് പ്രൊഡക്റ്റ് സെല്ലിംഗ് ആണ്, കച്ചവടമാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൊഡക്റ്റ് സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതികളും കമ്പനികൾ ഉപയോഗിക്കുന്നുണ്ട്. അതിലൊരു രീതി ഡയറക്ട് സെല്ലിംഗ് മെത്തേഡിലൂടെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇതിന് പരസ്യങ്ങളും ഇല്ല, ഇടനിലക്കാരും ഇല്ല. ഈ കാര്യങ്ങൾ നടത്തിലാക്കി പോയിട്ടുണ്ടെങ്കിൽ കച്ചവടം നടക്കുന്നതിന്റെ ലാഭം നമുക്ക് കിട്ടും. ചേട്ടൻ ഇവിടെ വന്നു, ഇവിടെ ഐഡിയ എൻ്റർ ചെയ്തു, പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ എനിക്കൊന്നും കിട്ടുന്നില്ല. അപ്പൊ പ്രൊഡക്റ്റിന് വിൽപ്പന നടന്നാലേ ലാഭം കിട്ടുള്ളൂ. ചേട്ടൻ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് എന്താണ് ഇതെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. മണി ചെയിനും നമ്മുടെ പ്രൊഡക്റ്റ് സെല്ലിങ്ങും എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ള. മണി ചെയിൻ ഇന്ത്യയിൽ ഇല്ലീഗലാണ്. 1979 പ്രൈവറ്റ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട് പ്രകാരം ഇല്ലീഗലായിട്ട് പ്രഖ്യാപിച്ചുള്ള കാര്യമാണ്. അപ്പം പല ആളുകൾക്കും ഇത് അറിയില്ല. അപ്പൊ ആക്ടിന്റെ പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്തു. പ്രൈവറ്റ് മണി സർക്കുലേഷൻ ബാനിങ് ആക്ട് 1979 ഇത് ഉണ്ടായിട്ടുള്ളത്. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, സാധനങ്ങളോ സേവനങ്ങളോ ഇല്ലാതെ ആളുകളെ ചേർത്തുകൊണ്ട് പണം വാങ്ങുന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല. അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഇല്ലീഗലാണ്, നമ്മൾ അകത്ത് പോകും. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇല്ലീഗലായിട്ടുള്ള കാര്യം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കമ്പനി അല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരാളും അല്ല. എന്നെ കുറിച്ച് അങ്ങനെയാണോ കരുതിയെന്ന് അങ്ങോട്ട് ചോദിക്കാം. നമ്മളെ മുമ്പിൽ നിർത്തി സംസാരിക്കാം. കമ്പനിയെ പ്രൊഡക്റ്റിനെ ഒക്കെ പുറകിൽ വെച്ച് നമ്മളെ മുമ്പിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സമയത്താണ് ഈ ബിസിനസ് കൂടുതലായിട്ട് കൊടുക്കാൻ പറ്റുക. കാരണം പല ആളുകൾക്കും കമ്പനിയാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്, നമ്മൾ അങ്ങോട്ട് ബാക്കോട്ട് വെക്കും. പ്രൊഡക്റ്റ് വിൽപ്പന നടക്കണമെങ്കിൽ ആദ്യം നമ്മൾ അവരെ മനസ്സിലാക്കണം, നമ്മളെ അവരും മനസ്സിലാക്കണം. നമ്മളെ അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്താണ് സെയിൽ നടക്കുന്നത്. അപ്പൊ നിങ്ങൾ കടയിൽ പോയി പ്രൊഡക്റ്റ് ഒക്കെ നല്ലതാണ്, എല്ലാ കാര്യങ്ങളും ഒക്കെ, പക്ഷെ അവിടെ നിൽക്കുന്ന സെയിൽസ്മാൻ നിങ്ങളോട് ബിഹേവ് ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആ ചേട്ടാ ബാപ്പു പോകുന്നത് നമ്മൾ കൈപിടിച്ച് പോരാറുണ്ട്. എന്താ കാരണം? നമുക്ക് അവരെ ഇഷ്ടപ്പെട്ടില്ല. പ്രൊഡക്റ്റ് ഒക്കെ ഓക്കെയാണ്, അയാളെ പെരുമാറ്റം ശരിയല്ല, അല്ലെങ്കിൽ അയാൾ സംസാരിക്കുന്നത് എന്താ നമുക്ക് വേണ്ടിയിട്ട് എടുക്കുക, അയാൾക്ക് താല്പര്യം വേണ്ടേ ഈ സാധനങ്ങളൊക്കെ. ഇപ്പൊ ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് പലപ്പോഴും ഇപ്പൊ ഞാനും വൈഫൊക്കെ പോകുന്ന സമയത്ത് ഡ്രസ്സൊക്കെ എടുത്തിരുന്ന ചില ആളുകളുടെ പെരുമാറ്റം കാണുമ്പോൾ നമുക്ക് അവിടെ നിന്ന് എടുക്കാൻ തോന്നാറില്ല. മീൻസ് ആ പ്രൊഡക്റ്റ് നല്ലതാണ്, പക്ഷെ ആ പെരുമാറ്റം കൊണ്ട് ആ ഷോപ്പിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകുന്നുണ്ട് പല സാഹചര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന ബ്രാൻഡ് എന്ന് വെച്ചിട്ടല്ല ആളുകൾ ചൂസ് ചെയ്തിട്ടുള്ള, ഇന്ന പ്രൊഡക്റ്റുകൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങളെന്ന വ്യക്തിയോടുള്ള ഒരു വിശ്വാസത്തിൽ നിമിത്തം, നിങ്ങളോടുള്ള വ്യക്തിയോടുള്ള താല്പര്യം കൊണ്ടാണ് ഈ ബിസിനസ് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇതിൽ ഒരു വലിയൊരു മിസ്റ്റേക്ക്, ഒരു സെക്കൻഡ്. ഓക്കെ, ഇതിൽ വലിയൊരു മിസ്റ്റേക്ക് സംഭവിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഒരു വ്യക്തി ലീഡർ ആയിട്ടുള്ള വ്യക്തിയായിട്ട് ഈ ബിസിനസ്സിലേക്ക് പുതിയൊരു പാർട്ണർ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്ന അങ്ങനെയുണ്ട്. അതിൽ ആദ്യം അപ്പോയിന്റ്മെന്റ് എടുക്കണം. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് ചെയ്യുന്ന ചില കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് സെയിൽ കിട്ടില്ല. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ട രീതി ഫിസിക്കലായിട്ട് അപ്പോയിന്റ്മെന്റ് എടുക്കുന്ന കാര്യമാണ്, ഡിജിറ്റലായിട്ടല്ല. നേരിട്ട് ഒരാളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അപ്പോയിന്റ്മെന്റ് എടുക്കുകയും നമ്മുടെ ലീഡറെ എങ്ങനെ പരിചയപ്പെടുത്തണം എന്നാണ് ഞാൻ പറയുന്നത്. സിമ്പിളായിട്ട് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ വ്യക്തിയോട് ബിസിനസ് അല്ല സംസാരിക്കേണ്ടത്, ജസ്റ്റ് വിളിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ ഒരു ഫ്രണ്ട് വിനോദ് എന്നാണ്, ഇപ്പൊ ഞാൻ വിളിക്കുകയാണെങ്കിൽ വിനോദേ, എടാ എവിടെ, വീട്ടിലാണോ? വീട്ടിലാണ്. ഓക്കെ, ഞാൻ ഒരു 10:30 മണിയാകുമ്പോൾ അവിടെ എത്തും, നീ അവിടെ ഉണ്ടാവുമോ? ഓക്കെ, ഞാൻ ഉണ്ടാവും. എന്നാൽ ശരി, നമുക്ക് നേരിട്ട് കാണാം. ഇത്രയും ഞാൻ പറയാറുള്ളൂ. ഈ പറഞ്ഞ അപ്പോയിന്റ്മെന്റ് ആൾ അവിടെ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള കാര്യമാണ്. അതുകൊണ്ട് ബിസിനസ് ആണ് ചെമ്മണ്ണൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഫിജിക്കാട്ടുണ്ട് എന്ന കാര്യം പറയാനൊന്നും ഞാൻ ഫോണിൽ പറയാറില്ല. കാരണം ഫിസിക്കലായിട്ട് നമ്മൾ നേരിട്ട് എന്ന കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യുക, അയാൾ അവിടെ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇത്രയും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ ലീഡർ ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവിടെ കയറി ഇരിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ആരാണെന്നുള്ള കൃത്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തണം. പല ആളുകളുടെയും ഒരു തെറ്റിദ്ധാരണ, നമ്മുടെ കൂടെ നല്ല ക്വാളിറ്റി ഉള്ള സെയിലൊക്കെ അറിയാവുന്ന കമ്പനി സെയിൽസ് മാനേജറോ അല്ലെങ്കിൽ മറ്റു മുകളിലുള്ള റാങ്കിലുള്ള ലീഡേഴ്സ് ഉണ്ടെങ്കിൽ അവർ ആദ്യം മുമ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇദ്ദേഹം പറയും ഇദ്ദേഹം കമ്പനിയുടെ ഇന്ന ആളാണ്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സാറ് പറയും അല്ലെങ്കിൽ മാഡം പറയും. ഇങ്ങനെ പറഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ബുദ്ധിമുട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഇവർ തമ്മിൽ അറിയുണ്ടാവില്ല. സെയിൽസ് മാനേജർ ആണുള്ള റാങ്ക് വേറൊരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് കസ്റ്റമർക്ക് അറിയില്ല, കസ്റ്റമർ ആരാണെന്ന് മാനേജർക്കും അറിയില്ല. അപ്പൊ അവിടെ ഒരു ഭയങ്കരമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പ് ബിൽഡ് ചെയ്യാന്നുള്ള കാര്യം, ആ ഗ്യാപ്പ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സംസാരിക്കേണ്ട ആള് ഈ പറഞ്ഞ ഇൻട്രൊഡ്യൂസർ ആണ്. ഇൻട്രൊഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാനാണ് ഇപ്പം സെയിൽസിൽ പോകുന്നതെങ്കിൽ എന്നോടൊപ്പം വരുന്ന ആള് എന്നെ പ്രോപ്പറായിട്ട് പരിചയപ്പെടുത്തിയാൽ മാത്രമേ അവിടെ ആ ഒരു സിംഗിങ് ഉണ്ടാവുള്ളൂ, മീൻസ് അദ്ദേഹമായിട്ട് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുള്ളൂ. അപ്പം എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പരിചയപ്പെടുത്തലാണ് ഈ ബിസിനസിന്റെ ബേസിക് ആയിട്ടുള്ള ഒരു സംഗതി കിടക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യേണ്ടത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നമ്മൾ പറയാം, ഇപ്പൊ ഞാനാണെങ്കിൽ പറയും, ഇപ്പൊ വിനോദം ഞാൻ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെമ്മണ്ണൂർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇദ്ദേഹം ഈ കമ്പനിയുടെ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഈ കാര്യങ്ങൾ നേരിട്ട് എന്നോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ ഒന്നിരുന്ന് നമ്മൾ സംസാരിക്കുക. അപ്പൊ അവര് ചോദിക്കുക എന്താണ് പ്രൊജക്ട് കാര്യങ്ങൾ എന്നുള്ള ചോദ്യങ്ങൾ ഇങ്ങോട്ട് വരും. അപ്പം ഫോണിൽ വിളിച്ച സമയത്ത് ഞാൻ പറയാതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നേരിട്ട് സംസാരിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു ജെന്യുവൻ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും. ഫോണിൽ സംസാരിച്ച് മനസ്സിലാക്കാൻ എനിക്ക് തോന്നി, നേരിട്ട് സംസാരിക്കണം നല്ലത് തോന്നി. അപ്പൊ ഞാൻ ഈ പ്രൊജക്ടിന്റെ കാര്യങ്ങൾ ഇദ്ദേഹം ഇന്ന കമ്പനിയിൽ ഇന്ന പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചോളം മുമ്പ് ബിസിനസ്സോ മറ്റോ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ മേഖലയിൽ വന്നതിന് ശേഷം വിജയിച്ച ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. അദ്ദേഹം നിങ്ങളായിട്ട് കാര്യങ്ങൾ സംസാരിക്കും. എന്നിട്ട് അദ്ദേഹത്തിനെ ഇപ്പം വിനോദിനെ പരിചയപ്പെടുത്തണം. ഞാൻ സാറേ ഇത് നമ്മുടെ വിനോദ് സാർ, ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. അപ്പം അദ്ദേഹമായിട്ട് കാര്യമൊന്ന് സാർ സംസാരിച്ചാൽ മതി. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പൊ നമുക്ക് ഈ പ്രോജക്റ്റ് ആയിട്ട് വരുവാണെങ്കിൽ നല്ലതെന്ന് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ വിനോദിനെ സാറിന് പരിചയപ്പെടുത്തുന്നത്. സാർക്ക് ഇദ്ദേഹമായിട്ട് കാര്യങ്ങളൊന്ന് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പൊ അവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യം നമ്മൾ പറയുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഒരു പ്രാധാന്യം കിട്ടും. സംസാരിക്കാൻ പോകുന്ന ആൾ ഇന്ന റാങ്കിലാണ്, ഇന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ റാങ്കും കാര്യങ്ങളൊന്നും വേണ്ട, പ്രോപ്പറായിട്ട് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്തിയാൽ പോലും ആ സംസാരിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പം അവിടെ ഇരുന്ന് നമുക്ക് ഫ്രീ ആയിട്ട് കാര്യങ്ങൾ സംസാരിച്ച് പാനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ട് അവിടെ ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അവരായിട്ടുള്ള ഒരു സിംഗിങ് കറക്റ്റ് ആയിട്ട് നടക്കും. ഒരു 5-10 മിനിറ്റ് സംസാരിച്ച ശേഷം മാത്രം നമ്മൾ പ്ലാനിലേക്ക് കടന്നാൽ മതി. നേരിട്ട് പോയിട്ട് പ്ലാൻ പ്രസന്റ് ചെയ്യേണ്ടതില്ല. ആ അന്തരീക്ഷമായിട്ട് പൊരുത്തപ്പെടാനുള്ള ഒരു സമയമുണ്ട്. ആ സമയം മനസ്സിലാക്കി നമ്മൾ പ്ലാൻ കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ എളുപ്പമാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല പാർട്ട്നേഴ്സിനൊപ്പം നമ്മൾ പോകുന്ന സമയത്ത് നമ്മളത് മുൻകൂട്ടി പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ അവർ നമ്മളെ പരിചയപ്പെടുത്തില്ല. കാരണം അവർക്ക് നമ്മൾ നന്നായിട്ട് അറിയാം, നമ്മളെ ഈ കമ്പനിയുടെ ഇന്ന് റാങ്കിലുള്ള ആളാണ്, ആ വ്യക്തി പറഞ്ഞാൽ മതി കാര്യം നടക്കുന്നൊക്കെ അവർക്ക് അറിയാം. പക്ഷെ അവിടെ പോയിട്ട് ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ, മീൻസ് ഈ കാര്യങ്ങൾ എത്തിച്ചിട്ടില്ല എങ്കിൽ അത് പ്രോപ്പറായിട്ട് നടക്കില്ല. എനിക്ക് ഞാൻ പണ്ട് ഇടുക്കിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പ്രൊജക്റ്റായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന 1-2 പാർട്ട്നേഴ്സിന്റെ അടുത്ത് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായ സമയത്താണ് എനിക്ക് മനസ്സിലായി സ്റ്റൈലൊക്കെ സംസാരിക്കാൻ അറിയാം. നല്ല രീതിയിൽ ഈ ബിസിനസ്സിലേക്ക് ഒരുപാട് ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പക്ഷെ ഞാൻ പറഞ്ഞിട്ട് ഈ ബിസിനസ്സിലേക്ക് ആളുകൾ എത്താത്തൊരു സാഹചര്യം വരുന്ന ഒരു സാഹചര്യം അന്ന് വന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം പ്രോപ്പറായിട്ട് നമ്മളെ പരിചയപ്പെടുത്തിയിട്ടില്ല. സാറേ പറഞ്ഞു കൊടുത്തോന്ന് വന്നിട്ട് ഒരാളെടുത്ത് മുമ്പിൽ കൊണ്ടുപോയി നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമ്മൾ ഇന്ന കാര്യമാണ് പറയാൻ വന്നത്, ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വരുമ്പോഴത്തേനും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവിടെ വരും. അപ്പൊ പ്രോപ്പറായിട്ട് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ വ്യക്തി നമ്മളെ കേൾക്കാനും മനസ്സിലാക്കാനും തയ്യാറാവുന്നതാണ് ഞാൻ ഈ പറഞ്ഞു വന്നതിന്റെ അർത്ഥം. നിങ്ങൾ പല ആളുകളും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്, ലീഡർ പറഞ്ഞാൽ മതി ഓക്കെ എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യം അവരെയും കേൾപ്പിക്കും. അത് ചെയ്യാൻ പാടില്ല. ദെൻ ഏറ്റവും അവസാനം സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പ്ലാൻ എല്ലാം ലീഡർ സംസാരിച്ചു, കാരണം നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു കൊടുത്തു. അതിനുശേഷം ഈ വ്യക്തി ഓക്കെ മൈൻഡ് സെറ്റിൽ ഇതെല്ലാം ഓക്കെയാണ്, ഞാനത് ചെയ്യാന്നുള്ള തയ്യാറെടുപ്പ് പുള്ളിയിൽ ഉണ്ടാവാം. പക്ഷെ ആള് ലീഡർ മുഖത്തേക്ക് അല്ല നോക്കുക, നമ്മുടെ മുഖത്തേക്കാണ് നോക്കുക. എന്നിട്ടാണ് അദ്ദേഹത്തിന്റെ ചോദ്യം ഉള്ളിൽ നിന്ന് അദ്ദേഹം ചോദിക്കുന്നത്, ഞാനത് ചെയ്യട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള മൈൻഡിലാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ് നമുക്ക്
നമുക്ക് ഓക്കെ ആണോ എന്നുള്ളത് നമ്മളാണ് പറയേണ്ടത്. ഇത് ഓക്കെ അല്ല, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യില്ലേ, നമ്മൾ കൂടെ നിൽക്കുക. ഞാൻ ഇത്രയും കാര്യമായിട്ട് ആളെ കൊണ്ട് വന്നത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇത് സംസാരിക്കാൻ പറ്റുന്നതിലേക്ക് മാറും. ഒരു തുടക്കമായതുകൊണ്ടാണ് ഞാൻ നിന്നെ കൂടെ വിളിച്ചത്, കാര്യങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ സംസാരിച്ച് നമ്മളൊരു ഉറപ്പ് കൊടുക്കുന്നിടത്താണ് സെയിൽ നടക്കുന്നത്. പല ആളുകൾക്കും എല്ലാ ക്ലോസിങ്ങും ഈ പറഞ്ഞ ലീഡർ ചെയ്യും എന്നുള്ളതിൽ നിൽക്കരുത്. ലീഡർ പരമാവധി സംസാരിച്ച് 99% എത്തിയാലും 1% നിങ്ങളുടെ അടുത്താണ്. ആ 1% സംസാരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഒരുമിച്ച് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ രീതി പറയാം. അതുപോലെ ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ നമുക്ക് ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ വിജയിക്കാൻ പറ്റും. നമ്മളെ പോലെ ആൾക്ക് ചെയ്യാൻ പറ്റുന്ന സാറിന്റെ സംസാരം കേട്ടത് നമുക്ക് മനസ്സിലായി. എനിക്കിത് ചെയ്യാൻ പറ്റും 100% വിശ്വാസം കൊണ്ടാണ് ഞാൻ എൻ്റെ അടുത്ത് വന്ന് കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പൊ ഒന്ന് കൂടെ നിൽക്കുക, നമുക്ക് അടിപൊളിയായിട്ട് ഒന്ന് ചെയ്യാം. നമ്മൾ പറഞ്ഞ ഒരുമിച്ച് നിന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. അപ്പം നമുക്ക് അവരോട് കൂടെ സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിട്ട് ആ സെയിൽ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ആ വ്യക്തി കൃത്യമായിട്ട് മനസ്സിലാക്കി ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗുണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഒരു നെഗറ്റീവ്സും കാര്യങ്ങളും ഒക്കെ വരുന്ന സമയത്ത് അദ്ദേഹത്തിന് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ ഒരു ലീഡർ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മോഡൽ ലീഡർ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഗ്രൂപ്പായിട്ട് ചെയ്യാൻ പറ്റുന്നതാണെന്നുള്ള ചിന്തയും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് വരും. അപ്പം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മളാണ് ബിസിനസ്സിനെ ഏറ്റവും കൂടുതൽ സീരിയസ് ആയിട്ട് കണ്ട് സംസാരിക്കേണ്ടത്. നമ്മുടെ ലീഡർ എത്രത്തോളം സീരിയസ് ആണോ അതേ സീരിയസ്നെസ് നമ്മളും കൊടുക്കാൻ തയ്യാറാകും. അതല്ലാതെ നമുക്ക് വിജയിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധ്യത വളരെ കുറവാണ്. നമ്മൾ എത്രത്തോളം സീരിയസ് ആയിട്ട് ഈ ബിസിനസ് സംസാരിക്കുന്നു, എത്രത്തോളം സീരിയസ് ആയിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്യുന്നു, എത്രത്തോളം ടൈം സ്പെൻഡ് ചെയ്യുന്നു, അതിനനുസരിച്ച് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് വിജയിച്ച് മാറാൻ പറ്റും. അപ്പൊ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ ഈ പറഞ്ഞ ഫസ്റ്റ് ലെവൽ ഒന്ന് കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് ഒരാളെ ഇതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എത്തിക്കണം. ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റ് ഏറ്റവും കൂടുതൽ ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടായതുകൊണ്ടും ഞാൻ ആ മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്ത വ്യക്തി ആയതുകൊണ്ടും എനിക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. അത് 100% എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ എവിടെ നിന്നാണെങ്കിലും ശരി, ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റിൽ ഒരു വ്യക്തി എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വിജയിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ അതിനുള്ള ഉത്തരവാദപ്പെട്ട ആളുകളാണ് എന്നുള്ള ചിന്തയോടുകൂടി തന്നെ നമ്മൾ പെരുമാറാൻ. ഒരു സിംഗിൾ പേഴ്സൺ നിങ്ങളോടൊപ്പം അസോസിയേറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ലീഡറായി. ആ ലീഡർഷിപ്പ് ക്വാളിറ്റി നിങ്ങൾ കാണിക്കണം. അത് നിങ്ങളുടെ വീട്ടിലുള്ള ആളാവാം, ചിലപ്പം നമ്മുടെ സഹോദരിയാവാം, ആര് തന്നെയാണെങ്കിൽ ശരി. അവരോട് ബിസിനസ് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ പറയേണ്ട ഇത്രേ ഉള്ളൂ, ഇതൊരു ബിസിനസ് ആയിട്ട് ട്രീറ്റ് ചെയ്ത് നീ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ലൈഫിൽ മാറ്റം ഉണ്ടാവും വെച്ചിട്ടാണ് ഞാൻ നിന്റെ അടുത്ത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് പ്രോഡക്റ്റുകൾ ഞാൻ എടുക്കാൻ പറഞ്ഞത്. അപ്പം ഇത്രയും കഷ്ടപ്പാടും പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സഹോദരിയാണെങ്കിൽ അവരോട് പറയേണ്ട ഇത്രേ ഉള്ളൂ, നിന്റെ പ്രശ്നങ്ങളൊന്നും തീരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലേക്ക് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്റെ കൂടെ നിൽക്കണം, സംസാരിക്കണം, നമുക്ക് കാര്യങ്ങൾ ചെയ്യണം. ആത്മാർത്ഥമായിട്ട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും കേൾക്കാൻ തയ്യാറാവും. ഓക്കെ, ഇത് കുഴപ്പമില്ല, ആളുകൾ നമ്മൾ അത്രയും ഉറപ്പോടുകൂടി ചെയ്യാണ്. ഇനി മീറ്റിംഗ്സ്, ഈ മീറ്റിംഗിൽ പോലും നിങ്ങൾ വിളിച്ച് കയറ്റിയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രൊജക്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും, പക്ഷെ ഇവരെ മിസ് ചെയ്തിട്ടുണ്ടാവും. കാരണം നമ്മൾ വിളിച്ചിട്ടില്ല. ഇന്നലെ രാത്രി മീറ്റിംഗിന്റെ പോസ്റ്ററും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. ആ പോസ്റ്ററൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് 7 മണിക്ക് ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, നമുക്ക് ഒരു 6:50 കയറണം കേട്ടോ എന്ന് നമ്മൾ പറഞ്ഞാൽ കയറുന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അവരെ ഈ ബിസിനസ്സിൽ കൃത്യമായിട്ട് എത്തിക്കാൻ നമുക്ക് ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഉത്തരവാദിത്വം സ്റ്റാർട്ട് ചെയ്യാണ്. ഫിജിക്കാർഡ് എന്നുള്ള കോൺസെപ്റ്റിൽ ഒരാളെ കൊണ്ടുവന്ന് അയാളെ വിജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ്. തന്നെ അതിനുവേണ്ടി അവരൊന്ന് വിജയിപ്പിച്ച് കഴിഞ്ഞാൽ മാറ്റങ്ങൾ ഒന്നാലോചിച്ച് നോക്കി. ഞാനിപ്പോ ഈ ബിസിനസ്സിലേക്ക് കുറച്ച് ആളുകളെ പരിചയപ്പെടുത്തി, അതിൽ കുറെ ആളുകൾ വിജയിപ്പിച്ചെടുത്ത സമയത്താണ് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടായത്. വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് തുടക്കത്തിൽ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കുറച്ച് ഇൻവോൾവ് ചെയ്ത് തന്നെ ചെയ്തു, കുറച്ച് സമയം കൂടുതൽ എടുത്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ പഠിക്കാൻ നമ്മൾ തയ്യാറായി. ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു 10-100 വീഡിയോസ് കാണുക ചെറിയ കാര്യമല്ല. ആ വീഡിയോസ് കണ്ട് റെഫർ ചെയ്തു, അതിൽ നിന്നും വേണ്ട പോയിന്റുകൾ നോട്ട് ചെയ്തു, കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ബിസിനസ് ഒരു വലിയ രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി. അപ്പൊ പറയുന്ന സമയത്ത് ആദ്യത്തെ 50-50 ആൾക്കാർ എന്നെ റിജക്ട് ചെയ്തതാണ്. പക്ഷെ അടുത്ത 48 ദിവസം കൊണ്ട്, ഈ പറഞ്ഞ 4-5 ദിവസത്തെ ബുദ്ധിമുട്ട് കഴിഞ്ഞതിന് ശേഷം അടുത്ത 48 ദിവസം കൊണ്ട് ഞാൻ ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ റാങ്ക് അച്ചീവ് ചെയ്ത വ്യക്തിയാണ്. ഒരു ദിവസം 10,000 1 ഡേ 500 SC മാച്ച് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ റാങ്കിലേക്ക്, മീൻസ് ആ സമയത്ത് 500 SC ഒരു ദിവസം വേണം, എനിക്ക് കുറവുണ്ടായിരുന്നു. അത് 48ാം ദിവസം അച്ചീവ് ചെയ്ത സമയത്ത് എനിക്കുണ്ടായ ഫീൽ, ലോകം കീഴടക്കി Fijica.com ഞാൻ നാഷണൽ സെയിൽസ് മാനേജർ റാങ്കിലേക്ക് എത്തിയുള്ള ഫീലോട് കൂടി തന്നെയാണ് ഞാൻ അന്ന് ഇരുന്നത്. കാരണം ഒരു മീറ്റിംഗിൽ 22ാം തീയതി വന്നു എന്റെ ലീഡർ എന്നെ വിളിച്ചു പറയുന്നു, ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനിയുടെ 3ാമത്തെ റാങ്ക് ഉണ്ട്. ശരിക്കും 3ാമത്തെ റാങ്ക് ഞാനിങ്ങനെ കാര്യമായിട്ട് ചിന്തിച്ചിട്ടൊന്നുമില്ല. പുള്ളി പറഞ്ഞത്രേ ഉള്ളൂ, പെർഫോമൻസ് ബോണസ് സംഗതി കിട്ടുന്നുണ്ട്, ഗ്രൂപ്പിലൊക്കെ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവില്ല, അത് നമുക്ക് വാങ്ങാൻ പറ്റുന്നുണ്ട്. 25ാം തീയതി നമ്മൾ അച്ചീവ് ചെയ്തിട്ട് അടുത്ത 5 ദിവസത്തിനുള്ളിൽ നമുക്ക് ഒരു 300 SC മാച്ച് ചെയ്താൽ മതി. 2000 SC മാച്ച് ചെയ്യണം. കൂടാതെ അടുത്ത 5 ദിവസം സമയമുണ്ട്. 5 ദിവസം കൊണ്ട് 300 SC മാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കമ്പനിയുടെ സെയിൽസ് മാനേജറിന്റെ പെർഫോമൻസ് ബോണസ് വേണം. ഇനി 22ാം തീയതി ആയിട്ടുള്ളൂ, 3 ദിവസം മുമ്പിലുണ്ട്. അന്ന് 89 സ്റ്റോർ എനിക്ക് വേണം, 9ഓളം സ്റ്റോർ വരാനുണ്ട്, പക്ഷെ അത് വന്നിട്ടില്ല. അപ്പൊ അതൊന്ന് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്, അദ്ദേഹം പറഞ്ഞുള്ളൂ. അപ്പൊ ഒരു ഗോൾ നമ്മൾ മനസ്സിലെത്തി, 25ാം തീയതി സെയിൽസ് മാനേജർ റാങ്ക് അടിക്കണം.
അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അന്ന് തൊട്ട് ആ ബിസിനസ് അങ്ങനെ എത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ചെയ്തു. 24-ാം തീയതി 25-ാം തീയതി ആയ സമയത്തേക്ക് എനിക്ക് നോക്കുമ്പോൾ ഒരു ദിവസം 500 SB വേണം. ഞാൻ രാവിലത്തെ കുറച്ച് ആളുകളെ വിളിച്ചു, എല്ലാവരും ഓക്കെയാണ്, ഇപ്പം പൈസ ഇടാന്നൊക്കെ പറഞ്ഞു. പക്ഷേ അക്കൗണ്ടിലേക്ക് ക്യാഷ് വന്നിട്ടില്ല. ഒരു 4 മണിയോടുകൂടി ഞാൻ തിരിച്ചറിഞ്ഞു ഈ പറഞ്ഞ ആളുകളൊന്നും വരാൻ പോകുന്നില്ല. ദെൻ മുമ്പ് കൊടുത്തുള്ള പ്ലാനിൽ പഴയ ആളുകളിൽ നിന്ന് ഒന്നുകൂടെ ഒന്ന് റീഫോളോ അപ്പ് ചെയ്ത് അവരെ എൻട്രി എത്തിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ സംസാരിച്ച് സെറ്റ് ചെയ്ത സമയത്ത് രാത്രി 11 മണി കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ റാങ്കിലേക്ക് എത്തി. 25-ാം തീയതി 4 മണിക്ക് ഞാൻ തീരുമാനം എടുത്തു, ഇന്ന് അടിച്ചേ പറ്റുള്ളൂ. മുമ്പേ എടുത്ത തീരുമാനം നടപ്പിലാവില്ല, അല്ലെങ്കിൽ ആ പ്ലാൻ നടപ്പിലാവില്ല എന്ന് മനസ്സിലായ സമയത്ത് ആദ്യം പറഞ്ഞ 8-9 ആളുകൾ ഈ ബിസിനസ്സിലേക്ക് വന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അന്ന് എൻട്രി വെക്കാമെന്ന് പറഞ്ഞ ആളുകൾ വന്നില്ല. ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഈ ബിസിനസ് സ്പോൺസർ ചെയ്ത കഥയാണ് പറയണേ. അത്ര ആളുകൾ വരുമെന്ന് പറഞ്ഞ് ഇന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യാം, ഇപ്പം ചെയ്യാന്ന് പറഞ്ഞ ആളുകൾ അന്ന് ഫോൺ എടുക്കാതെയും വന്ന് വൈകിട്ടത്തേക്ക് ഫണ്ട് അറേഞ്ച് ചെയ്യുന്ന ആളുകൾ ചെയ്യാതെയും വന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായി. എന്തായാലും അടിച്ചേ പറ്റുള്ളൂ എന്ന് തീരുമാനം എടുത്തു. അന്ന് രാത്രി 11 മണി കഴിഞ്ഞപ്പോൾ സമയത്ത് ഞാൻ നമ്മുടെ സെയിൽസ് മാനേജർ ആകുമ്പോൾ 500 SB ഈ ബിസിനസ് വേണ്ടി കൊണ്ടുവന്നിട്ടാണ് ഞാൻ ചെയ്തത്. അതിലൊരു 100 SB എന്റെ ടീം മെമ്പർ വെച്ചിട്ടുണ്ട്, ബാക്കി 400 SB ഞാൻ തന്നെ വെച്ചാണ്. അപ്പം അടിക്കണമെന്ന തീരുമാനം നമ്മുടേതാണ്. ഇന്ന് കമ്പനിയുടെ ഒരു ട്രിപ്പ് അച്ചീവർ ആയിട്ട് മാറിയിട്ടുള്ള കുറേ ആളുകൾ വരുന്നുണ്ട്. നിങ്ങളിലും പല ആളുകൾക്ക് ഇതിന് ആഗ്രഹം ഉണ്ടാവും. 800 SB മാച്ച് ചെയ്താൽ മതി. സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന റാങ്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് വെറും 800 SB മാച്ച് ചെയ്താൽ മതി. ഒരു ദിവസം 500-ഉം അതിൽ മുകളിലോട്ടൊക്കെ വെച്ചിട്ടുള്ള ലീഡേഴ്സ് ആണ് 1500 SB വരെ ഒരു ദിവസം വെച്ചിട്ട് കമ്പനിയുടെ എന്താ പറയാ സീലിംഗ് അച്ചീവർ ആയിട്ടുള്ള ആളുകൾ സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്ന റാങ്കിൽ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനാണ് fijicard.com. അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കിക്കണം, നിങ്ങളെന്ന വ്യക്തി പ്രവർത്തിക്കാൻ തയ്യാറാണെങ്കിൽ, ഇതിനു വേണ്ടിയിട്ട് സംസാരിക്കാൻ തയ്യാറാണെങ്കിൽ, നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ഇടപെട്ടുകൊണ്ട് പല ആളുകൾ ബിസിനസ്സിലേക്ക് ഓക്കെ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് കയറിയിരിക്കും. എങ്ങനെയെങ്കിലും ഇൻവൈറ്റ് ചെയ്താൽ പോരാ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും കൂടെ അവരെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയാ ഒരു പിക്ചർ കൊടുക്കണം. ഇങ്ങനെയാണ് നമ്മളിപ്പോ ഇത്രയും കാലങ്ങളായിട്ട് ചെയ്യുന്നത്. ചില ആളുകളുണ്ട് പൈസ ഇല്ല എന്ന് പറയുന്നത് തന്നെ, എന്നാ ശരി ഞാൻ പിന്നെ വരാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോരരുത്. നമ്മൾ അവിടെ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കുക. അവിടെ സംസാരിക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കുറെ വർഷങ്ങളിലുള്ള അവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ചൂണ്ടിക്കാണിക്കാം. ഇതിന്റെ അടുത്ത് ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ശരിയാണ്, കൊച്ചിന് നല്ല രീതിയിൽ കെട്ടിച്ചോട്ടാൻ നിനക്ക് ആഗ്രഹമില്ലുണ്ട്, വീടിന് പണി തീർക്കണം ആഗ്രഹമില്ലുണ്ട്, ഇതിനൊക്കെ പൈസ വേണ്ടേ? ഈ ബിസിനസ് അല്ലെങ്കിൽ ഈ ജോലി ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ട് ഓപ്പർച്യൂണിറ്റി എന്ത് തന്നെയാണ്, നിങ്ങൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോ ബിസിനസ്സോ വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് തന്നെയാണെന്ന് ശരി, അതിൽ നിന്നുകൊണ്ട് ഇതിനൊരു വലിയ മാറ്റം വരുത്താൻ പറ്റുമോ? ഒരു 4-5 വർഷം കൊണ്ട് നിനക്ക് ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ തീർത്ത് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് ഇപ്പോൾ 20,000 രൂപയാണ് സാലറി, അല്ലെങ്കിൽ 15,000 രൂപയാണ് സാലറി അല്ല, ആ സാലറി വെച്ച് ഏതെങ്കിലും ബാങ്കിലെ ലോൺ അടച്ച് കംപ്ലീറ്റ് തീർത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നുണ്ടോ? എല്ലാ മാസവും ഇങ്ങനെ EMI അടയ്ക്കുന്നു, എല്ലാ മാസവും കഷ്ടപ്പെട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നിനക്കൊരു മാറ്റം വരുത്തണ്ടേ? അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. അല്ലാണ്ട് എനിക്ക് നിന്നെ കിട്ടി ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടോ മറ്റു കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. എനിക്ക് നിനക്കൂടെ വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എന്റെ ഉള്ളിൽ 100% വിശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നമുക്കൊക്കെ ഒരു മാറ്റം വേണ്ടേ? അത് ഹൃദയത്തിൽ തട്ടി അങ്ങോട്ട് ചോദിക്കണം, അതൊന്നും മാറണ്ടേ? ഇങ്ങനെയൊക്കെ ആയ മതിയോ? ഒരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമുക്കൊരു അവസരം കിട്ടും. അത് അവസരത്തിൽ നീ റിജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എങ്ങനെയെങ്കിലും അതിനകത്ത് കയറി നിൽക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഫണ്ട് ഇല്ല, ഈ പ്രശ്നം ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്ന് ഈ കാര്യം പറഞ്ഞത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അടുത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പൈസ ഉണ്ടെന്ന് വെച്ചിട്ടല്ല ഞാൻ ഈ കാര്യം സംസാരിച്ചത്. പൈസ ഇല്ല എന്നുള്ള ജെന്യൂൻ ആയിട്ടുള്ള റീസൺ ആണെങ്കിൽ ആ വ്യക്തി നമ്മുടെ സംസാരത്തിൽ ഓക്കെ എങ്ങനെയെങ്കിലും ഫണ്ട് ഉണ്ടാക്കി നമ്മൾ ചെയ്യണം, ഇയാൾ കൂടെ ഉണ്ടാകും, നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുള്ള ആ ഒരു തോട്ട് ലെവൽ നമ്മൾ കൊടുക്കാം. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനും നീയും കൂടെ ഒരുമിച്ച് സംസാരിക്കുവാണെങ്കിൽ എന്ന വ്യക്തിയോട് നമുക്ക് സംസാരിക്കും. അഡ്വാൻസ് ആയിട്ട് കുറച്ച് ആളുകളൊക്കെ നമ്മൾ മനസ്സിൽ കാണും. അപ്പൊ ഇവർ ഈ ഫ്രണ്ട്സിനോട് നമ്മൾ നീയും കൂടെ ഉണ്ടെങ്കിൽ നീയും കൂടെ ഒരുമിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഒരു ബെനിഫിറ്റ് ആയില്ലേ? നമുക്ക് ഒരുമിച്ച് വർക്ക്ഔട്ട് ചെയ്ത് ടീം സെറ്റ് ചെയ്യാം. നമുക്ക് ഒരുമിച്ച് നിന്ന് വിജയിക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൈ കിട്ടിയിട്ട് നമ്മൾ അതിനെ നോക്കിയിരിക്കില്ലേ? അപ്പൊ ഇതിൽ വിജയിക്കാൻ പറ്റുമോ? സംശയം ഉണ്ടാവും. വ്യക്തി ചോദിക്കും. ആ സംശയങ്ങൾ അവരെ സംശയങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി സിമ്പിൾ ആയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഗ്രൂപ്പുകളിലെ അച്ചീവ്മെന്റ്സും പല വീഡിയോസും കുറെ അച്ചീവ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ മൊബൈലിൽ ഒരു ഫോൾഡറിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുക. ആൽബം ഡിജിറ്റൽ ആയിട്ട് ഒരു ആൽബം ക്രിയേറ്റ് ചെയ്ത് വെക്കുക. അതൊന്നും എടുത്ത് കാണിച്ചു കൊടുക്കുക. ഈ വീട്ടമ്മ ഈ കമ്പനിയുടെ നാഷണൽ സെയിൽസ് ടീം മാനേജറാണ്. അടുത്തൊക്കെ ഞാൻ എത്രയോ സ്ഥലങ്ങളിൽ കാണിച്ചു കൊടുത്തിട്ട് സെയിൽ എടുത്തിട്ടുണ്ട്. ഈ വീട്ടമ്മയ്ക്ക് നടക്കുമെങ്കിൽ നമുക്ക് നടക്കും. 50 ലക്ഷം വാങ്ങുന്ന വീഡിയോ എന്റെ മൊബൈലിലുണ്ട്. ഞാനതെടുത്ത് കാണിച്ചു കൊടുത്തിട്ടാണ്. ഞാൻ 50 ലക്ഷം വാങ്ങിച്ചില്ലെങ്കിൽ വാങ്ങിച്ച ആൾക്കാർ ഇതിൻ്റെ അകത്തുണ്ടല്ലോ. ഞാൻ 50,000 രൂപ വാങ്ങിച്ചിട്ടുള്ളൂ, പക്ഷെ വാങ്ങിച്ച ആൾക്കാർ ഇതിൻ്റെ അകത്ത് വേറെ ഒരുപാട് ആളുകളുണ്ട്. എന്നെ സംബന്ധിച്ചോളം ഈ ബിസിനസ്സിൽ ഇത്രയധികം മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ വേറൊരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ലോകത്ത് ആർക്കും ചെയ്യാം. അതിന് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ എന്താ ടെൻസിങ്ങും ഇലാരിയും എവറസ്റ്റ് കീഴടക്കാൻ പോകുന്നതിന് മുമ്പ് പല ആളുകളും അതിന് പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നല്ല, മലന്റെ മുകളിൽ വരെ പോയി തിരിച്ചു വന്ന ആളുകളുണ്ട്. പല ആളുകൾ ജീവൻ അവിടെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ
ഒരു തവണ ടെൻസി വിലാരി അവിടെ കീഴടക്കിയ ശേഷം പിന്നീട് ആയിരക്കണക്കിന് ആളുകൾ അത് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒരു വ്യക്തി ചെയ്ത് കാണിച്ചു കൊടുത്ത സമയത്ത് വിജയിക്കാൻ പറ്റുന്നതാണുള്ള ബോധ്യമാണ്, മനുഷ്യന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കഴിവാണുള്ളത്. ഡ്യൂപ്ലിക്കേഷൻ ഒരു തെറ്റല്ല. ഒരു വ്യക്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന കാര്യം, ഒരാൾ വിജയിച്ചൊരു വഴി ഫോളോ ചെയ്യുക. നമ്മുടെ പുസ്തകങ്ങളിൽ അത് മീൻസ് കോപ്പി അടിക്കുന്ന രീതിയിലായിരിക്കും പല ആളും ചിന്തിക്കാം. സ്കൂളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ആളെ പകർത്തി എഴുതി കഴിഞ്ഞാൽ അത് കോപ്പി അടിയാണ്. ആ ഒരു രീതിയിലല്ലാതെ നമ്മളൊരു വ്യക്തിയെ കോപ്പി ചെയ്യുക, നമ്മൾ മനസ്സിലാക്കിയിരിക്കുക വിജയിച്ച ഒരു ലീഡർ അതൊന്ന് ഫോളോ ചെയ്യാൻ തയ്യാറാവും. അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, ആക്ടിവിറ്റീസ് ഒന്ന് നോക്കുക, അവർ എത്രത്തോളം ഇൻവോൾവ് ആണ്, അവരുടെ മൊബൈലിൽ അവരിടുന്ന സ്റ്റാറ്റസുകൾ എങ്ങനെയാണ്. അപ്പൊ ആ സ്റ്റാറ്റസ് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഒരു പക്ഷേ അവർക്ക് സെയിൽ കിട്ടുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കി വായിച്ച് നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറാൻ പറ്റുന്നേ. നമുക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഫിജിക്ക.com എന്നുള്ള കമ്പനിയുടെ NSU എന്ന റാങ്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നുണ്ടോ അതിനുള്ള ലോകത്ത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് അത് എത്തിപ്പെടുന്നത് തന്നെയാണ്. ഇവിടെ മാറണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഞാൻ ഇങ്ങനെ ആയിരുന്നില്ല, എനിക്ക് ഇത്രയും സംസാരിക്കാനോ സൂമിൽ പോലും സംസാരിക്കാൻ വലിയ മടിയുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ. സംസാരിച്ച് തുടങ്ങിയ സമയത്ത് എനിക്ക് വാക്കുകൾ കിട്ടാതിരുന്ന ആളാണ്. പക്ഷെ ഇന്ന് എന്താ പറയാ, നമുക്ക് ഒരു വാക്കിന് ഒരു മഞ്ഞയില്ല സംസാരിക്കാൻ പറ്റുന്ന ഫിജിക്ക.com കൺസെപ്റ്റ് വന്നു. സൂമിലൂടെ സംസാരിച്ച് തുടങ്ങിയ സമയത്താണ്. നേരിട്ട് സംസാരിക്കാൻ മടിയില്ല, പക്ഷെ സൂമിൽ സംസാരിക്കാൻ അറിയില്ലാത്തൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ മാറണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ നമ്മളൊന്ന് ഫോക്കസ്ഡ് ആയിട്ട് വർക്ക് ചെയ്യാം. ഇതൊന്നേ ഉള്ളൂ. പല കാര്യങ്ങളും ഇപ്പം എന്നെ സംബന്ധിച്ചോളം വലിയൊരു ബുദ്ധിമുട്ടുള്ള കഷ്ടപ്പാടുള്ള ഒരു ഭയങ്കരമായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഒരു ചെറുപ്പകാലത്ത് അത്രയും പ്രശ്നങ്ങളിലൂടെ കടന്നുപോയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഫിനാൻഷ്യലി ഒരു മാറ്റം ഉണ്ടാവണം എന്നുള്ള ഉള്ളിൽ എവിടേക്കോ ഒരു ആഗ്രഹമായിട്ട് പല സ്ഥലങ്ങളിലും നമ്മളെ മാറ്റി നിർത്തിയിട്ടുള്ള സാഹചര്യങ്ങൾ വന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ എവിടേക്കോ അത് തട്ടിയിട്ടുണ്ട്. ആ തട്ടല് നമ്മുടെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ് ഞാൻ ബിസിനസ് രംഗത്തേക്ക് വന്ന സമയത്ത് എനിക്ക് വിജയിക്കാൻ പറ്റുന്നത്. എനിക്ക് മാറണം, മാറിയേ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. വേറെ ആൾക്ക് വേണ്ടിയിട്ടല്ല, വേറെ ആരും പറഞ്ഞുകൊണ്ട് നമ്മൾ ചെയ്യണത്. നമ്മൾക്ക് വേണ്ടി ഫിജിക്ക.com എന്ന് ചെയ്യാൻ തയ്യാറാണെന്ന് നമ്മൾ വിജയിച്ചിരിക്കും. വേറെ ആർക്കും വേണ്ടി നമ്മുടെ ലീഡർ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമ്മൾ മീറ്റിംഗിലേക്ക് കയറി വലിയ കാര്യത്തില്ല. ലീഡർ വിളിച്ചു പറയാതെ ഈ മീറ്റിംഗിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിജയിച്ചു തുടങ്ങി എന്നുള്ളതാണ് അർത്ഥം. കാരണം ഇത് എന്റെ ബിസിനസ് ആണ്, എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കയറുന്നത്, എന്റെ ഉത്തരവാദിത്തമാണ്. അത് വേണ്ട രീതിയിൽ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വിജയിക്കാൻ പറ്റും. അതല്ലാതെ വേറെ വലിയ അഭ്യാസങ്ങളൊന്നും ഇവിടെ ഇല്ല. സിമ്പിൾ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുള്ളൂ. ഇങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്യേണ്ടത്. ഫിജിക്ക എന്നുള്ള കോൺസെപ്റ്റിൽ ഇങ്ങനെ ഇൻവൈറ്റ് ചെയ്താൽ നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരാളുടെ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ഇന്നും ഫിജിക്ക.ആണ് ഞാൻ ചെയ്യണേ, ചെമ്മണ്ണൂരിന് പോയിട്ടാണ് ഒരു 10,000 ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണ്, ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ച് ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പൊ അവരോട് ഞാൻ പറയാണ്, ഈ ക്യാഷിന്റെ കാര്യം നിങ്ങൾ പറയണ്ട, പ്രൊഡക്റ്റിന്റെ കാര്യം പറയണ്ട, ഇവൻ ഫിജിക്ക പേര് പോലും പറയണ്ട. നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് നിങ്ങൾക്ക് കയറി ചെല്ലാൻ ഒരു അനുവാദം വേണം, അത്രേ ഉള്ളൂ. നീ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണം. അനുവാദം അല്ല വേണ്ടത്, ആൾ അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചു ചോദിക്കണം. അത്രേ നമ്മൾ ചെയ്യേണ്ടുള്ളൂ. സിമ്പിൾ ആയിട്ടൊന്ന് വിളിച്ചു ചോദിക്കുക, ചേച്ചി വീട്ടിലുണ്ടാവുമോ? ഉണ്ട്, ഞാൻ 10-11 മണിക്ക് അവിടെ എത്തും, 11 മണിക്കുള്ളിൽ ഞാൻ അവിടെ ഉണ്ടാവും, ചേച്ചി ഫ്രീ ആണല്ലോ അല്ലേ എന്ന് വെറുതെ കയറുന്ന പരിപാടി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചാണ്. ചിലപ്പോൾ എല്ലാ എയർപോർട്ടിനോ മറ്റു കാര്യത്തിനോ അങ്ങനെ പോകാനുണ്ടോ, അത് അറിഞ്ഞിട്ട് അങ്ങോട്ട് പോകാലോ, അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ, നിങ്ങളെന്ന വ്യക്തിക്ക് ഇത് പ്ലാൻ പഠിച്ച് മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ പറ്റിയിട്ട് നിങ്ങൾ വിജയിച്ചു. നിങ്ങൾ മനസ്സിലാക്കാന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞേക്കാൾ വ്യക്തമായിട്ട് നിങ്ങളുടെ ഒരു ലീഡർക്ക് വന്നിട്ട് ഈ കാര്യം നിങ്ങളുടെ ഫ്രണ്ടിനോടോ നിങ്ങളുടെ റിലേറ്റീവിനോടോ പറയാൻ പറ്റില്ല. നിങ്ങളാണ് അവിടെ സൂപ്പർ ഹീറോ, നിങ്ങളാണ് അവിടെ വിജയിച്ച ആൾ, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് 100% ഉറപ്പിച്ചുകൊണ്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആ രീതിയിലായിരിക്കും. കാരണം 55% നമ്മൾ സംസാരിക്കുന്ന ബോഡി ലാംഗ്വേജാ. ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്നനുസരിച്ചിരിക്കും നിങ്ങളുടെ വിജയം. നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആണെങ്കിൽ നിങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടിരിക്കും. ആ സീരിയസ്നെസ് പല മുഖങ്ങളിലും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അവര് ശ്രദ്ധയോടുകൂടി ഓക്കെ ഇത് എനിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന സമയത്ത് അത് നമ്മുടെ മനസ്സിൽ കയറുള്ളൂ. നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഏത് കാര്യമാണെങ്കിലും ശരി, അത് 100% എക്സ്പ്രസീവ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മുടെ മുഖത്ത് നമ്മുടെ കണ്ണിൽ ആ ഭാവം ഉണ്ടായാൽ മതി. ഒരു ഫയർ ഉണ്ടാവണം. എങ്ങനെയെങ്കിലൊക്കെ അങ്ങ് പോയിട്ട് ഫിജിക്ക.com വിജയിക്കാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിജയിക്കാൻ പറ്റും. പക്ഷെ എങ്ങനെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നടക്കില്ല. നമ്മൾ എന്ന വ്യക്തിക്ക് അതിന് പൂർണ്ണമായിട്ടും അർപ്പിച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാം. കാരണം 9 ലക്ഷം രൂപ മാസം കിട്ടുന്ന എന്ത് ജോലി നമ്മുടെ നാട്ടിലെ എന്ത് ബിസിനസ് നമ്മൾ ചെയ്യാൻ പറ്റും? ഇത്രയും ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ന് കാനഡയ്ക്കും UK-ക്കൊക്കെ വിസ എടുത്ത് പോകുന്ന ആൾക്കാർ എത്ര ലക്ഷം രൂപയുടെ ഡെപ്പോസിറ്റ് അടക്കം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ആ രാജ്യത്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്ത് മിനിമം എത്ര രൂപ അവർ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ട്. രാജ്യത്ത് താമസിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചെലവുകൾ കാര്യങ്ങൾ ഇതൊക്കെ കടം വിലയും വാങ്ങിയിട്ട് ലോണും ഒക്കെ എടുത്തിട്ട് ആൾക്കാർ പോയി 10-20 ലക്ഷങ്ങൾ അക്കൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത് വിസ പ്രോസസിങ്ങിന് വേണ്ടി പൈസ കൊടുത്ത് നാട്ടിലേക്ക് കമ്പനികളായിട്ട് പറഞ്ഞാൽ അതിന്റെ പ്രോസസിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ എത്തിയിട്ട് 1 ലക്ഷം 1.5 ലക്ഷം കിട്ടുന്ന ജോലിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ നാട്ടിൽ നിന്നുകൊണ്ട് ഇത്രയും വലിയ അവസരം സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതങ്ങ് ഉപയോഗിച്ചാൽ പോരെ.
ഇന്ന് എനിക്ക് ചോദിക്കാനുള്ള ഒരു എംപ്ലോയ്മെന്റ് നല്ല രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മളെ ഒരു നല്ലൊരു ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ സംരംഭമായിട്ട് നമ്മൾ തുടങ്ങിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം മനസ്സിലാക്കി കൊടുക്കാൻ പറ്റണം. ഇപ്പം MA യൂസുഫലി എന്ന വ്യക്തി ആഗ്രഹിക്കുന്ന അദ്ദേഹത്തിന് താഴെ ഒരുപാട് ജോലിക്കാരുണ്ടാവുന്നതാണ്. ഡോക്ടർ ബോബി ചൗണ്ട് ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് താഴെ ഒരുപാട് പാർട്ട്നേഴ്സ് FijiCard.com ഉണ്ടാവും. FijiCard എന്നുള്ള കോൺസെപ്റ്റ് മാത്രമേ അദ്ദേഹം പാർട്ട്ണർ എന്ന വാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അദ്ദേഹത്തിന് 10,000 എന്താ പറയുക ജോലിക്കാരുള്ള അല്ലെങ്കിൽ സെയിൽസ് ഓഫീസേഴ്സുള്ള പല സ്ഥാപനങ്ങളും ഉണ്ട്. ചെമ്മണ്ണ ഗ്രൂപ്പിന്റെ പല സ്ഥാപനങ്ങൾ, അത്രയധികം ആളുകൾ പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും ഒക്കെ പല മേഖലകൾ, സെയിൽസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ 5000 മുകളിൽ ആളുകൾ എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അത്രയും അധികം ആളുകൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാരെയും അദ്ദേഹം പാർട്ണർ എന്ന് ട്രീറ്റ് ചെയ്യുന്നില്ല. FijiCard.comലെ ഒരു സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ ആ വ്യക്തി അദ്ദേഹം പാർട്ണർ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അത് കഴിഞ്ഞ വീഡിയോയിൽ പോലും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ എന്റെ പാർട്ണേഴ്സ് ആണെന്നുള്ള സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, നമ്മളൊരു പാർട്ണർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാർട്ണർ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റണം. 100 കോടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെമ്മണ്ണൂർ ഗ്രൂപ്പ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള പ്രൊജക്റ്റാണ് FijiCard.com എന്നുള്ള വിശ്വാസത്തോടുകൂടി നമ്മൾ കൊടുത്ത 10-25 രൂപയുടെ കേസിനല്ല നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അതായത് ഓഫീസിൽ ഒന്ന് വന്ന് നോക്കുക. ഒരുപാട് സ്റ്റാഫുകളുള്ള ഒരു ഓർഗനൈസേഷൻ തൃശ്ശൂർ ടൗണിൽ ഈസ്റ്റ് റോഡിൽ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ വെയർ ഹൗസ് ഒരു 19,000 സ്ക്വയർ ഫീറ്റിന് മുകളിൽ ഒരു വെയർ ഹൗസ്, ഒരു 4 കോടിയുടെ പ്രൊഡക്റ്റ് സ്റ്റോക്കുള്ള ഒരു വെയർ ഹൗസ്. തൃശ്ശൂർ മാത്രമല്ല, കോയമ്പത്തൂരും ബാംഗ്ലൂരും കമ്പനി ഓഫീസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനൊക്കെ നമ്മളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എത്രത്തോളം സീരിയസ് ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മളൊരു ഓണ്ടർപ്രണർ ആണ്, ഒരു സംരംഭകനാണ്, ഒരു പാർട്ണർ ആണ് എന്നുള്ള ഒരു ഫീലോട് കൂടി ഈ ബിസിനസ് സംസാരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ആഴപ്പെട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത്രത്തോളം പ്രാധാന്യമുള്ള ഒരു ബിസിനസ്സിലാണോ ഞാൻ എത്തിപ്പെട്ടിട്ടുള്ളത്. എനിക്ക് ഇനി വിജയിക്കാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതൊന്ന് ചോദിക്കുക. ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും ഇല്ല. നിങ്ങൾ ചോദിക്കാൻ തയ്യാറായാൽ നിങ്ങൾ വിജയിച്ചു എന്നുള്ളതാണ്. ചോദ്യങ്ങളോടെയാണ് നമുക്ക് എവിടെയും എത്തിപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ എത്തിപ്പെട്ട ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നിങ്ങളോട് ഒരു ഒറ്റ ചോദ്യമുള്ളൂ. നിങ്ങളെ കഴിഞ്ഞ 10 വർഷം എങ്ങനെയായിരുന്നു? കഴിഞ്ഞ 15 വർഷം എങ്ങനെയായിരുന്നു? 20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തികളോട് എനിക്ക് ചോദിക്കാനുള്ള അക്കൗണ്ടിൽ എന്താണ് നീക്കിയിരിക്കും, എന്താണ് ബാലൻസ്? ഒരു 10 വർഷം വർക്ക് ചെയ്തു, 15 വർഷം വർക്ക് ചെയ്തു, 20 വർഷം വർക്ക് ചെയ്തു, സ്വസ്ഥമായിട്ട് നിങ്ങളൊന്ന് ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ നല്ല രീതിയിൽ ഒന്ന് എൻജോയ് ചെയ്തിട്ട് ഫാമിലി ആയിട്ട് ഒരാഴ്ചക്ക് ലീവ് എടുത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ? ഏതെങ്കിലും സമയത്ത് നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാനസികമായിട്ട് ഒരു ഉല്ലാസം തോന്നിയിട്ടുണ്ടോ? പല സമയങ്ങളിൽ ഞാൻ എൻജോയ് ചെയ്ത് പോകുന്ന സമയത്ത് പോലും എനിക്ക് കോളുകൾ വരുന്ന സമയത്ത്, എനിക്ക് ഡിസ്റ്റർബൻസ് ആവുന്ന സമയത്ത് ആ എൻജോയ്മെന്റ് ഒക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. കാരണം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ് എങ്ങനെയാ, ഒരു ഫോട്ടോസാറ്റ് മെഷീന്റെ കംപ്ലൈന്റ് ഉണ്ടെന്ന് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ ടെൻഷൻ, അയാളെ എങ്ങനെയാണ് അത് ക്ലിയർ ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ എന്റെ ഓഫീസിലേക്ക് വിളിച്ച് പറയുന്നു, അവിടെ സ്റ്റാഫിനെ അറേഞ്ച് ചെയ്യുന്നു. ഇത്തരം കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ട് ഞാനൊരു ഫുൾ ടൈം ബിസിനസ്മാൻ എന്ന രീതിയിലാണ് എന്റെ ഫാമിലി പോലെ തന്നെ കണ്ടത്. ഇയാള് വേറെ പരിപാടിയില്ല, ഫുള്ള് ബിസിനസ്സിലാണ്, എപ്പോഴും നോക്കിയാലും ഫോണിലുണ്ടാവും, ഒരു മിനിറ്റ് പോലും മാറ്റി വെക്കാൻ പറ്റില്ല എന്നുള്ള രീതിയാണ് കണ്ടിരുന്നത്. കാരണം ആ ബിസിനസ് അങ്ങനെ നമ്മൾ ഇന്നാലും നടക്കുള്ളൂ. പക്ഷെ ഇന്ന് FijiCard.com ഇത്രയും സമയമായി 8 മണിയുടെ അടുത്ത് ഒരു സിംഗിൾ കോൾ പോലും ഈ സമയത്ത് വന്നിട്ടില്ല. പക്ഷെ ഞാൻ മുമ്പ് ചെയ്ത ബിസിനസ് ആണെങ്കിൽ എനിക്ക് 8 മണിന്റെ ഉള്ളിൽ ഒരു 4-5 പേര് വിളിച്ചിട്ടുണ്ടാവും. സാർ ഇന്ന സ്ഥലത്ത് നിന്ന് കംപ്ലൈന്റ് ഉണ്ട്, എവിടെ പോകണ്ടെന്ന് ചോദിച്ച് സ്റ്റാഫെങ്കിലും വിളിച്ചിട്ടുണ്ടാവും, ഉറപ്പാണ്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടി, നമുക്ക് ടൈം ഫ്രീഡത്തോടു കൂടി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഓപ്പർച്യൂണിറ്റി, ഫിനാൻഷ്യലി ഫ്രീഡത്തിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന ഓപ്പർച്യൂണിറ്റിയാണ് FijiCard.com. അങ്ങനെ ഓപ്പർച്യൂണിറ്റികളാണ് നമ്മൾ എവിടെയെങ്കിലും എത്തിച്ചത്. നിങ്ങൾ 10 വർഷമായിട്ട് ചെയ്യുന്ന ജോലിയിൽ നിന്ന് 10 ലക്ഷം രൂപ മാറ്റി വെക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഹാപ്പി, ഭാഗ്യവാൻ. മാറ്റി വെക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുക, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണം. നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്തിരുന്നിട്ട് കാര്യമില്ല. ടൈം ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാം. ഇനി ഒരു 19 ദിവസം നമ്മുടെ മുമ്പിൽ ബാക്കി ഉണ്ടെങ്കിൽ ഈ ഒരു ട്രിപ്പ്, ദുബായ് ട്രിപ്പ് അച്ചീവ് ചെയ്യാൻ ഒരു 500 പോയിന്റോ 200 പോയിന്റോ 300 പോയിന്റ് ഒക്കെ ബാക്കിയുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ആഞ്ഞു പിടിച്ചിട്ടുണ്ടെങ്കിൽ 2-3 ദിവസം ഒന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ തയ്യാറുണ്ടെങ്കിൽ 300 പോയിന്റ് 400 പോയിന്റ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാം. ഒരു 800 പോയിന്റ് മാച്ച് ചെയ്യാൻ 1600 പോയിന്റ് ഒരു ദിവസം നടക്കോ? ഇല്ല, തീർച്ചയായിട്ടും നടക്കില്ല. പക്ഷെ അതിനുവേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഒരു 10 ദിവസം കൊണ്ടൊക്കെ ഈ പറഞ്ഞ 800 പോയിന്റ് ഒക്കെ മാച്ച് ചെയ്ത് എടുക്കണമെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടില്ല. 1600 പോയിന്റ് എത്തി കമ്പനിയുടെ ട്രിപ്പ് അച്ചീവർ ആയിട്ട് മാറാം. 10 ദിവസം കൊണ്ടൊക്കെ അച്ചീവ് ചെയ്തിട്ട് ആൾക്കാർ ഇതിനകത്തുണ്ട്. 10 ദിവസം, വെറും 10 ദിവസം അതിനുവേണ്ടി ഒന്ന് എഫേർട്ട് ഇട്ട സമയത്ത് 800 മാച്ച് ചെയ്തു കമ്പനിയുടെ അച്ചീവർ ആയിട്ട് മാറിയിട്ടുള്ള ആളുകൾ ഈ സ്ക്രീനിൽ തന്നെയുണ്ട്. മനസ്സിലാക്കിയിരിക്കുക, ഇവിടെ FijiCard.com എന്നുള്ള ബിസിനസ് നമ്മൾ ആ ബിസിനസ്സായിട്ട് ട്രീറ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ തയ്യാറ്. ഇപ്പൊ എന്റെ അനുഭവങ്ങളോ എന്റെ എക്സ്പീരിയൻസോ കേൾക്കാനല്ല നിങ്ങൾ വന്നതുകൊണ്ടാണ് ഫുള്ളായിട്ട് ഞാൻ ബിസിനസ് തന്നെ സംസാരിച്ചത്. അനുഭവങ്ങൾ പറഞ്ഞു പോകാനാണെങ്കിൽ നമ്മുടെ കഷ്ടപ്പാടും ദുരിതങ്ങളാണ് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അത് കേട്ടാൽ നിങ്ങൾ ഈ സ്ക്രീനിൽ നിന്ന് കണ്ണു നിറഞ്ഞിരിക്കും, ഉറപ്പാണ്. എനിക്ക് അത്രയും ബുദ്ധിമുട്ടും അത്രയും പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയൊക്കെ കടന്നുപോയ ഒരു ബാല്യകാലം, ഒരു കൗമാരകാലം ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ബിസിനസ് എന്നുള്ള ഒരു പാഷനായിട്ട് നമ്മൾ ഇതിനെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. FijiCard.com നെറ്റ്വർക്ക് മാർക്കറ്റ് നമ്മളെ കൊണ്ട് നാടിന് ഉപകാരം ഉണ്ടെങ്കിൽ, നമ്മളെ കൊണ്ടൊരു വ്യക്തിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു കഴിവുണ്ട്, സെയിൽ ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്, ആ കഴിവ് വേറൊരാൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ട്, ആ കഴിവ് വേറൊരാൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി അവരുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതല്ലേ ഏറ്റവും വലിയ നന്മ. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യമല്ലേ.
അപ്പം പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ വരുന്ന സമയത്ത് fijicard.com എന്നുള്ള കോൺസെപ്റ്റിൽ കൂടെ നിന്നിട്ടുള്ള നിങ്ങളെ എല്ലാവരെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുകയാണ്. ഇന്നും ഇന്നലെയും മെഞ്ഞാന്നൊക്കെ ആയിട്ട് വന്നിട്ടുള്ള പുതിയതായിട്ട് വന്ന അഫിലിയേറ്റ്സിന്റെ അടുത്ത് പറയാനുള്ള ഏകദേശം ഒരു 10-15 ലക്ഷം മുടക്കുള്ള ഒരു സ്ഥാപനം മാറ്റി വെച്ചിട്ട് fijicard.com എന്നുള്ള കോൺസെപ്റ്റിലേക്ക് ഞാൻ വന്നിട്ടുള്ളത്. HP എന്നുള്ള ബ്രാൻഡ് കേരളത്തിൽ തന്നെ ഓതറൈസ്ഡ് ചാനൽ പാർട്ണർ കമ്പനി റൺ ചെയ്തുകൊണ്ട് വ്യക്തിയാണ്. HP എന്നുള്ള ബ്രാൻഡ് ജംപ് ആണ് ഡയറക്റ്റ് ആയിട്ട് ഗവൺമെന്റിലേക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനി ഓർഗനൈസേഷൻ ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. അതൊക്കെ മാറ്റി വെച്ച് fijicard.com ചെയ്യാനുള്ള കാരണം ഞാൻ ചെയ്തുകൊണ്ട് ബിസിനസിനേക്കാൾ 1000 മടങ്ങ് വാല്യൂ fijicard.com ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണ്. അപ്പം ഒരു ചെറിയൊരു കൺസെപ്റ്റ് ആണ്. 10,000 മുടക്കി കുറച്ച് സാധനങ്ങൾ എടുത്തു, കുറച്ച് പോയിന്റ് പ്രോഡക്റ്റ് എടുത്തു, ഇനി എങ്ങനെയൊക്കെ നടന്നോളും എന്ന് പറഞ്ഞ് ചിന്തിക്കാതെ ഇതിനു വേണ്ടി കുറച്ച് സമയം നമ്മളൊന്ന് വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാവും, നമ്മൾ തയ്യാറാവും. മാറ്റം എന്നുള്ള കാര്യം വ്യക്തികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ആദ്യം പറഞ്ഞു, ജീവിതം ഒന്നേ ഉള്ളൂ, എങ്ങനെയെങ്കിലും പോയാൽ മതി എന്ന് ചിന്തിക്കാതെ എനിക്ക് ഇതിലത് വിജയിക്കണം എന്നുള്ള ചിന്തയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാകും. ലൈഫിൽ ഒരു തീരുമാനം എടുക്കുക. ആ തീരുമാനത്തിനുറച്ച് നമ്മുടെ സ്വപ്നമാടത്തിൽ നമ്മുടെ ശബ്ദമാടത്തിൽ മാത്രമല്ല എനിക്കും ആകാൻ പറ്റും എന്ന് ഈ സ്വീകരിക്കുന്ന ഓരോ വ്യക്തികളും ചിന്തിക്കണം. ഇവർക്കും മാത്രമല്ല, ഇപ്പൊ റൈസ് എന്നുള്ള ഓർഗനൈസേഷൻ ഫോം ചെയ്ത് കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള മീറ്റിംഗ് ആണ് നമ്മൾ ഇരിക്കുന്നത്. ഇതില് ടോപ്പ് ലെവൽ ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം ഇത് ടീമിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളും കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആളുകളെ ഇത് കൈകോർത്ത് നിർത്തി പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് fijicard എന്നുള്ള കോൺസെപ്റ്റിൽ ഒന്ന് ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതും ഈ ഒരു സമയം സ്പെൻഡ് ചെയ്തും വിനിയോഗിക്കപ്പെട്ട സമയം ഉപയോഗപ്രദമായി എന്ന് വിശ്വസിച്ചുകൊണ്ടും വലിയ സ്വപ്നങ്ങളും വലിയ ആഗ്രഹങ്ങളും വലിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിന് പറ്റിയ ഒരു അവസരം കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങ് ഉപയോഗിക്കുക എന്നുള്ള തീരുമാനം എടുത്ത് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾ തയ്യാറാവുക. ആരും ഒന്നും കൊണ്ടുതരില്ല, പ്രവർത്തിച്ച ആളുകൾക്ക് മാത്രമേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. ഇറങ്ങിത്തിരിക്കാൻ നമ്മൾ തയ്യാറാവുന്ന സമയത്ത് വിജയം നമ്മുടെ കൂടെ വരുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ജീവിതത്തിൽ തീരുമാനങ്ങൾക്ക് വലിയ രീതിയിൽ പ്രസക്തിയുണ്ട്. ഞാൻ എപ്പോഴും BOP-കളിലൊക്കെ പറയുന്നൊരു വാക്കാണ്, ഒരു മരം നടാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞാൽ 20 വർഷം മുമ്പാണ്. അന്ന് ആ തൈ നട്ടിരുന്നെങ്കിൽ ഇന്ന് മരമായിട്ട് മാറുമായിരുന്നു. പക്ഷെ അന്ന് നടാൻ പറ്റാത്ത മരം ഒരു 20 years ബാക്ക് നമ്മൾ ആലോചിക്കുന്ന സമയത്ത് എന്താ പറയാ, ഇന്നാണ് ഏറ്റവും ബെസ്റ്റ് ടൈം. fijicard.com എന്നുള്ള കോൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 വർഷം കംപ്ലീറ്റ് ചെയ്തു. അന്നായിരുന്നു ഏറ്റവും നല്ല സമയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ഈ ബിസിനസ് കേട്ടിരുന്നത് 6 വർഷം മുമ്പ് ഞാൻ ഈ ബിസിനസ് കേട്ട ആളാണ്. ഫുള്ളായിട്ട് കേട്ടില്ല, കമ്പനിയുടെ പ്ലാനോ മറ്റു കാര്യങ്ങളൊന്നും കേട്ടില്ല. അന്ന് മാറ്റി വെച്ചു, വേണ്ട എനിക്കിതിനൊക്കെ പറ്റുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് മിണ്ടാണ്ടിരുന്ന വ്യക്തിയാണ്. കാരണം കാര്യങ്ങൾ മനസ്സിലാകാത്തതുകൊണ്ടാണ്. പക്ഷെ ഒരു എന്താ പറയാ 2 വർഷം കംപ്ലീറ്റ് ചെയ്ത സമയം 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് fijicard.com എന്നുള്ള കോൺസെപ്റ്റ് ഞാൻ പിന്നെ ചെയ്തത്. അപ്പൊ 2 വർഷത്തെ ഗ്യാപ്പ് എനിക്ക് വന്നു. അതിൽ പല ഇൻഡസ്ട്രി ലീഡേഴ്സും ഇതിലിരിക്കുന്ന പല ആളുകളും മീൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡൗൺലൈൻ മെമ്പേഴ്സ് ആയിട്ട് വന്നേനെ എന്നുള്ള തിരിച്ചറിവ് എനിക്കുണ്ട്. കാരണം അത്രയധികം മീൻസ് ബിസിനസ്സിനെ നഷ്ടപ്പെടുത്തിയുള്ള വ്യക്തിയാണ്. ഒരു മിനിറ്റ് പോലും കളയാനില്ല fijicard.comൽ. നിങ്ങളെന്ന വ്യക്തിക്ക് വിജയിക്കണം എന്നുണ്ടെങ്കിൽ, നഷ്ടങ്ങളില്ലാതെ മുന്നോട്ട് പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു അവസരമാണ് fijicard.com. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇറ്റ്സ് മീ ലിനീഷ്, ഡിവിഷണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ fijicard.com, സൈനിങ് ഓഫ്. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് ലിനീഷ് സാർ. അദ്ദേഹത്തിന്റെ വാക്കുകളല്ലേ, നമുക്ക് ഒരുപാട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വേഴ്സുകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലേ. ഒരു കസ്റ്റമറുടെ മനസ്സിലേക്ക് എങ്ങനെയാണ് നമ്മൾ ബിസിനസിന്റെ സാധ്യതകൾ എത്തിക്കുക എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം നമ്മളിലേക്ക് ഓരോരുത്തരിലേക്കും എത്തിച്ചിട്ടുണ്ട്. അപ്പൊ വൺസ് അഗൈൻ എല്ലാ ടീം അംഗങ്ങളുടെ പേരിലും കമ്പനിയുടെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും സാറിനോട് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. ഇതുപോലുള്ള ഓരോ അല്ലെ ട്രെയിനിങ് സെക്ഷനിൽ ഒരുപാട് ലീഡേഴ്സ് നമുക്ക് പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലെ. അതിൽ നമുക്ക് ഒരുപാടല്ലേ പല വ്യക്തികൾ നമ്മളിലേക്ക് എത്തിക്കുമ്പോൾ പല പല കാര്യങ്ങളായിരിക്കും നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നേ ഉള്ളതാണ്. അപ്പൊ ഡിയർ ലീഡേഴ്സ്, എനിക്ക് പറയാനുള്ളത് ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ലേ അല്ലെ, ഒരു കസ്റ്റമറുടെ അടുത്ത് എങ്ങനെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു പക്ഷേ ഒരു പാർട്ട്നേഴ്സ് ആയിരിക്കാം നമ്മളെ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് നമ്മളെ കൊണ്ടുപോകാം. പക്ഷെ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണല്ലേ. നമുക്കിപ്പോ ഇവിടെ ഇരിക്കുന്ന 1000 പേരും അല്ലെ പല മേഖലയിൽ പല കാറ്റഗറിയിലുള്ളവരായിരിക്കും. അപ്പൊ അവരുടെ ക്യാരക്ടറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അറിയത്തില്ല അല്ലെ. എങ്ങനെയാണ് അവരുടെ അടുത്ത് പ്ലാൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അവരോട് പറയേണ്ടത്. അപ്പൊ നമ്മൾക്ക് ഏകദേശം ഒരു ഐഡിയ ഇന്ന് സാർ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. നമ്മളൊരു കസ്റ്റമർ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ അവരുടെ അടുത്ത് പോകാം, പിന്നെ ആ കസ്റ്റമറെ അവരെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ അല്ലെ. തീർച്ചയായിട്ടും ഒരു കസ്റ്റമർ നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ അവരെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ നമ്മുടെ പാർട്ട്നേഴ്സിനോട് നമ്മൾ ചോദിക്കുക. കാരണം നമ്മൾ എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കസ്റ്റമറിന്റെ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യേണ്ട, കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ ചെയ്യേണ്ട, കുട്ടികൾക്ക് മാരേജ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് ആദ്യം മനസ്സിലാക്കണം അല്ലെ. ഒരു പക്ഷേ എനിക്കറിയാം എൻ്റെ ഒരു പാർട്ട്ണറിന് നേരിട്ട ഒരു അനുഭവമാണ്. കാരണം ആ വീട്ടിൽ ചെന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അവരുടെ മനസ്സിലേക്ക് ഒരു സങ്കടങ്ങളാണ് വന്നത്. കാരണം അവർക്ക് ഓൾറെഡി കുട്ടികളില്ലാത്ത ഒരു ഫാമിലി ആയിരുന്നു. പക്ഷെ നമ്മൾ അവിടെ ചെന്നിട്ട് പറയുന്ന കുട്ടികളുടെ കാര്യങ്ങളാണ്. അവർക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട, ലൈഫ്
നമ്മളൊരു നമ്മളാണ് അവരെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ നമ്മൾ തീർച്ചയായിട്ടും പോകുന്നതിന് മുമ്പ് മനസ്സിലാക്കാം. അതുപോലെ അല്ലെ ഈ ബിസിനസിന്റെ ആദ്യമായിട്ട് അല്ലെ ഈ ഒരു ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ എനിക്ക് ആദ്യം പറയാൻ നമ്മുടെ മൊബൈലില് പുതിയ വെബ്സ് ഉണ്ടായിരിക്കാം, അതെങ്ങനെയാണ് കാട്ടിയതിനെ കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കാം. അതിനേക്കാൾ ഉപരി അല്ലെ നമ്മൾ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു റിലേഷൻഷിപ്പിൽ കൂടെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ടിങ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ഈ ഒരു സെക്ഷനിലെ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഓരോ വ്യക്തിയിൽ 1000 പേരിലെ ഈ ഒരു സെക്ഷൻ കൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ഇന്നത്തെ ഒരു സെക്ഷൻ എന്താണ് ഏൺ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അല്ലെ? നമുക്ക് പലർക്കും പല പോയിന്റുകളായിരിക്കാം. അപ്പൊ ആ പോയിന്റുകൾ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് പറയാനുള്ള ഒരു അവസരം നമുക്കിവിടെ കമ്പനി തന്നതിന് വേണ്ടിയിട്ട് ആൻഡ്രൈസ് ചെയ്യുന്ന വ്യക്തികളെ നമുക്ക് അവർ ഒരു ചെറിയ വാക്കുകൾ കൊണ്ടല്ലേ അവർ എന്താണ് ഈ ഒരു സെക്ഷനിൽ നിന്ന് മനസ്സിലാക്കിയത് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ വേഴ്സിൽ കൂടെ അറിയിക്കാവുന്നതാണ്. അതിനുവേണ്ടി ഞാൻ ഹോസ്റ്റ് ചെയ്യുന്ന വ്യക്തികളെ ഞാൻ ഇൻവൈറ്റ് ചെയ്യാം. ലിനിറ്റ് സാർ ഒന്ന് ഹോസ്റ്റ് ചെയ്യണേ. ലിനിറ്റ് സാർ ഓഡിബിൾ അല്ലേ? ഓക്കെ, അവരെ ഒന്ന് ഹോസ്റ്റ് ചെയ്യാനാണ് ഹാൻഡ് റൈസ് ചെയ്തേക്കുന്ന എല്ലാവരും. നിങ്ങളുടെ അല്ല പേര് എഴുതേണ്ടത്. ഗ്രീൻ നെയിമിൽ നിങ്ങളുടെ പേര് ആഡ് ചെയ്താലേ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ടീം ക്രൗൺ എന്നൊക്കെ പറഞ്ഞ് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവരൊന്ന് പേര് ആഡ് ചെയ്യുക, റീനെയിം ചെയ്യുക. അപ്പൊ ആദ്യമായിട്ട് നമുക്ക് സിദ്ദിഖ് സാറിനെ അല്ലെ ഈ ഒരു സെക്ഷനിലെ ആദ്യം മുതൽ ലാസ്റ്റ് വരെ എന്താണ് ഈ ഒരു കോൺസെപ്റ്റ് ഇന്ന് മനസ്സിലാക്കിയേക്കണേ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താണ് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റണേ എന്നുള്ള ചെറിയ വാക്കുകൾ കൊണ്ട് അദ്ദേഹം നമ്മളിലേക്ക് എത്തിക്കുന്നതാണ്. പ്ലീസ് വെൽക്കം സിദ്ദിഖ് സാർ ഓൺ ദി സ്ക്രീൻ. ഓക്കെ, ഗുഡ് മോർണിംഗ് അനിത മാഡം. ഓഡിബിൾ ആണോ, വിസിബിൾ ആണോ? യെസ് സാർ, ഓഡിബിൾ ആണ്, വിസിബിൾ ആണ്. സാർ പറഞ്ഞോളൂ. താങ്ക് യു സോ മച്ച്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിദ്ദിഖ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ പുന്നാടാണ്. അപ്പോൾ കമ്പനിയുടെ ഫസ്റ്റ് റാങ്കിൽ നിന്ന് വർക്ക് ചെയ്യുന്നു. ഏതായാലും ഇന്നത്തെ ഒരു ലിനിറ്റ് സാറിൻ്റെ സെക്ഷൻ വളരെ അർത്ഥവത്തായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഒരു പുതിയ അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ അതാണ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം. നമ്മൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഒരു ബന്ധുവിനോ നമ്മളൊരു അപ്പോയിൻമെൻറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് സാർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ഒരിക്കലും നമുക്കൊക്കെ പറ്റുന്ന ഒരു പാളിച്ചയും എനിക്ക് തോന്നിയിരിക്കുക അവിടെ തന്നെയാണ്. നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ എൻ്റെ ഒരു ബന്ധുവിനായാലും അല്ല സുഹൃത്തിനായാലും വിളിച്ച് ഞാൻ ചോദിക്കാറുണ്ട്, നീ അവിടെ ഉണ്ടോ, നമുക്കൊന്ന് കാണാൻ പറ്റുമോ, എന്താ കാര്യം, അത് ഇന്നതാണ്. ഒരിക്കലും നമ്മൾ ആളുണ്ടോ എന്ന് കൺഫേം ആക്കാതെ ഒരിക്കലും ഇന്ന ബിസിനസ്സിനാണ് ഞാൻ വരുന്നത് അല്ല ഇന്നൊരു കാര്യം പറയാനാണ് വരുന്നതെന്ന് പറയാൻ പാടില്ല. ഇപ്പോൾ ലിനിഷ സാർ അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നു. എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം അതാണ്. കാരണം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് ജോയിൻ ചെയ്ത സമയത്തൊട്ട് ഇന്ന് വരെ ഒരു ആവേശമാണ് ഇത്. ഈ ഒരു കാര്യം പറയുമ്പോൾ അപ്പോൾ പറയും, എന്താ കാര്യം, ഞാൻ ഇന്ന പോലെ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഒരു കാര്യം പറഞ്ഞു തരാണ്, നീ വീട്ടിലുണ്ടാവുമോ? അപ്പോഴേ നമ്മുടെ ഫോൺ ഡിസ്കണക്ട് ചെയ്ത് പറയുന്നു ഇല്ല. അപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം അതാണ്. പിന്നെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമുക്ക് വേണ്ടിയിട്ടൊന്ന് ഇറങ്ങി തിരിക്കുക. കാരണം പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഇല്ലാത്തവരാരുമില്ല. ആ പ്രശ്നങ്ങളും പ്രാരാബ്ദവും നമ്മൾ ഇന്ന് തീർത്തിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇതിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് വിജയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മറികടക്കാൻ കഴിയുള്ളൂ. അതേപോലെ സാമ്പത്തികം ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മളെ പല സ്ഥലങ്ങളിലും നമ്മളെ ഒഴിവാക്കി നിർത്തുകയും ഒരു അവഗണന സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം വരണമെങ്കിൽ നമുക്ക് ആ സാമ്പത്തികം നമ്മുടെ കയ്യിൽ വേണം. ഇതുപോലൊരു കൺസെപ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ നമുക്ക് ഒരിടത്തും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയില്ല. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാനൊരു തെങ്ങേറ്റ തൊഴിലാളിയാണ്. ഞാൻ ആ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു ഏതൊരു സെമിനാറുമായാലും ഏതൊരു സ്പെഷ്യൽ സെമിനാറുമായാലും ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളത്. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ അതും കൊണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ഈ ബിസിനസ്സും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ അവസരങ്ങൾ അത് മുതലാക്കുക. അത് മാത്രമല്ല ഇന്നിപ്പോൾ ലിനിറ്റ് സാർ നമുക്ക് തന്ന ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ആ ഉപദേശം നല്ല രീതിയിൽ കേട്ടവർ ഒന്നുകൂടെ കേൾക്കുക, കേൾക്കാത്തവരുണ്ടെങ്കിൽ കേട്ട ലീഡേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കി ഒന്നുകൂടി അത് പ്രാബല്യത്തിൽ വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും നല്ല വിജയങ്ങളുണ്ടാവും. എനിക്കിങ്ങനെ ഒരു അവസരം തന്ന അനിത മാഡത്തിനും അതായത് ലിനിറ്റ് സാറിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. പോരാ നമ്മുടെ ഈ കമ്പനിക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു മാഡം, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.